ഞാൻ മീൻസ് ഒരു മോഡൽസിനെയും കുറ്റമായിട്ട് പറയല്ല. അതിലൊരു പരിധി വരെ മോഡൽസും മീൻസ് അതിനൊരു ഉത്തരവാദികൾ തന്നെയാണ്. ഈ 2 ഡേയ്സ് കൊണ്ട് ഈ പിള്ളേര് കഴിച്ചുകൂട്ടുന്ന പല കളികളും പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾ കാണുമ്പോൾ, ഈവൻ ആസ് എ മദർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പോലും പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹായ്. ചില യാത്രകൾ ആരംഭിക്കുന്നത് സ്വപ്നത്തിൽ നിന്നല്ല, മറിച്ച് ജീവിതത്തിൻ്റെ വലിയൊരു കൊടുങ്കാറ്റിൽ നിന്നാണ്. ബാങ്കിങ് മേഖലയിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തി, ആ വ്യക്തി അതിനുശേഷം മോഡലിങ്ങിലേക്ക് കിടക്കുകയും മോഡലിങ്ങിന് ശേഷം മോഡലിങ്ങും അതുപോലെ തന്നെ തൻ്റെ കരിയർ മറ്റൊന്നാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത് സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിത്വം. കോഴിക്കോട്ടുകാരിയാണ്. അപ്പോൾ തന്നെ മനസ്സിലായി ലേഡിയാണെന്നും. കോഴിക്കോട്ടുകാരിയാണ്. ബാങ്കിലായിരുന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് മലയാളം മാത്രമല്ല, തമിഴ്, കന്നഡ, തെലുങ്ക്, അങ്ങനെ മൾട്ടി ലാംഗ്വേജിൽ മത്സരിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം. ഞാൻ വ്യക്തിയെ സ്റ്റോറി ബിഹൈൻഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷിമ്മി മാഡം, വെൽക്കം. താങ്ക് യു. അപ്പോൾ ഷിമ്മി മാഡം കോഴിക്കോടാണെന്ന് പറഞ്ഞു. അതെ, കോഴിക്കോട് കറക്റ്റ് പ്രോപ്പർ എവിടെയാണ്? പ്രോപ്പർ വരുന്നത് കക്കോടി. കക്കോട്ടിയിലാണ്. കക്കോടി. കക്കോടിയിൽ ഏതോ കലാകാരൻ, എനിക്ക് തോന്നുന്നു ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ് അല്ലേ? യെസ്, അതെ. ഞാൻ കേട്ടിട്ടുണ്ട്. അതിലോ നമ്മുടെ പപ്പു സാറൊക്കെ ഏകദേശം യെസ്, കാലിക്കറ്റ് ആണ് വരുന്നത്. അടുത്താണ്. ഓക്കെ. അപ്പോൾ ബോൺ ആൻഡ് ബോട്ടം കോഴിക്കോട് തന്നെയാണോ? അല്ല, ആക്ച്വലി ഞാൻ ബോൺ ആൻഡ് ബോട്ട് വരുന്നത് മലപ്പുറമാണ്. ഓ, മലപ്പുറത്ത്. എൻ്റെ നാടാണ് കാലിക്കറ്റ് വരുന്നത്. കാലിക്കറ്റ് വന്നത്. ഓക്കെ. അപ്പം ഇപ്പോൾ കാലിക്കറ്റ് ഇപ്പം കാലിക്കറ്റ് സെറ്റിൽ ചെയ്തു. പിന്നെ ആരോ പറഞ്ഞ് എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞു. അത് വർക്ക് ബേസ് ചെയ്തിട്ട് എറണാകുളത്തോട്ട് വരേണ്ടി വന്ന സമയത്ത്, അപ്പം ഞാനിപ്പം എറണാകുളത്തേക്ക് തൽക്കാലത്തോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തു. ബട്ട് എൻ്റെ ഫാമിലി മൊത്തം വരുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ്. പേര് ഷിമ്മി. ഷിമ്മി മേലെടുത്ത്. മേലെടുത്ത്. താഴത്തേക്ക് ഇറങ്ങരുത്. ഇല്ല. മേലെ തന്നെ എന്നുള്ള. ഇപ്പൊ ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ എന്തായിരുന്നു നിങ്ങൾ? എല്ലാവരെപ്പോലെ തന്നെ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. ബട്ട് ഫാമിലി ലൈഫിൽ വന്ന ചെറിയ ചേഞ്ചസ് കാരണം ജോബ് എന്നതിലോട്ട് മാറി. പിന്നീട് അവിടുന്ന് ട്രൈ ചെയ്തപ്പം ബാങ്കിങ് മേഖലയിലേക്ക് മാറി. ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജർ ആയിരുന്നു. കോവിഡിൻ്റെ ടൈമിൽ പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു. സോ അറിയാലോ, നല്ല ഹെവി പ്രഷറാണ്. ടാർഗറ്റ് ഇത് മാത്രമായി നമ്മുടെ ചിന്തയിൽ ഉറങ്ങുമ്പോൾ ഉള്ളിലോർക്കത്തിലൊക്കെ നമുക്ക് ടാർഗറ്റ് എന്ന് മാത്രമായിരുന്നു. അപ്പം ഓൾറെഡി ആ ഫീൽഡിനോട് ഒരു ഉള്ളിൽ ഇങ്ങനെ വെറുപ്പ് വന്നു തുടങ്ങി. ആ സമയത്താണ് നമ്മൾ കോവിഡ് വന്നത്. അപ്പം പിന്നെ ഏറ്റവും നല്ലൊരു സാഹചര്യമാണെന്ന് തോന്നി ഞാനങ്ങ് റിസൈൻ ചെയ്തു. പിന്നെ കോവിഡിൻ്റെ ടൈമിലാണ് നമ്മുടെ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയം. ഇപ്പോൾ അത് നിരോധിച്ചു നമ്മളവിടെ. ബട്ട് ആ സമയത്ത് എന്തെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു റീൽസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഞാനതെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് ആളുടെ ലാംഗ്വേജ് നല്ല തൊലിക്കട്ടിയാണ്, ആൾക്കാരെ മുന്നിൽ എന്ത് നിനക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പറഞ്ഞു. പക്ഷേ ലോക്ക്ഡൗണിൻ്റെ ആ ടൈമിൽ നമ്മളെല്ലാവരും വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. ടിക്ടോക്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് അതിന് ബാൻ വന്നു പോയത്. അത് കഴിഞ്ഞു നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്തായിരുന്നു മിസ്സിസ് കേരള കോമ്പറ്റീഷൻ വന്നു. അപ്പം എന്നെ ഈ ഫ്രണ്ട് വിളിച്ചിട്ട് വന്നു, നീ അപ്ലൈ ചെയ്യും, നിനക്ക് ചിലപ്പം കിട്ടും എന്തായാലും എന്ന്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ അറിയില്ല, ഒന്നും അറിയില്ല അതിനെ പറ്റിയിട്ട്. എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ അറിയാനുണ്ട്. ഞാൻ പറഞ്ഞു, ചുമ്മാ പൈസ പോക്കണ്ട, വെറുതെ ഇതിനാ പോയിട്ട് നമ്മൾ നാണം കിടണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആളുടെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു, മീൻസ് ആളുടെ നിർബന്ധമായിരുന്നു ഞാൻ അതിൽ പങ്കെടുക്കണം എന്നുള്ളത്. പങ്കെടുത്തു. ദൈവം സഹായിച്ചിട്ട് 4ാമത്തെ പൊസിഷനിൽ തിരിച്ചു പോരേണ്ടി വന്നു. പക്ഷെ അതിനുശേഷം എനിക്കെന്ന് വെച്ചാൽ ഒരുപാട് ഈ മോഡലിംഗിൽ ഓഫേഴ്സ് വന്നിരുന്നു. ഈ ആഡ് കാര്യങ്ങൾ എല്ലാം ഓപ്പണിങ് എനിക്ക് കിട്ടി. ഞാൻ റാമ്പിൽ ഒരുപാട് റാമ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഓൺ കാലിക്കറ്റ് ഒരു ഫാഷൻ ഷോ തന്നെ അങ്ങ് ചെയ്തു. അത് ഒരു ലേഡി, എനിക്ക് തോന്നുന്നത് കാലിക്കറ്റ് ആ ടൈമിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു ഒരാൾ ചെയ്തത്, അത് ഞാനായിരുന്നു. അത് കാലിക്കറ്റ്, അതും ഒരു എന്താ പറയുക മുസ്ലിം കൾച്ചറിലുള്ള ഒരു വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഞാനത് ചെയ്തത്. ഞാൻ അതിന് ആ സമയത്ത് അവിടെ പോയ സമയത്ത് അവർ ആകെ എന്നോട് അവിടുത്തെ മാനേജ്മെൻറ്റിലത്തെ ഒരാൾ വളരെ സാവകാശം ചോദിച്ച ചോദ്യം, മോഡൽസ് ഇറങ്ങുമ്പോൾ ഡ്രസ്സെല്ലാം ഇടല്ലോ അല്ലേ എന്ന്.
കാരണം ആള് MTV അങ്ങനത്തെ എല്ലാം കണ്ടിട്ടുള്ള ആ ഒരു മൈൻഡിലായിരുന്നു. ഓക്കെ. ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഇടാതെ ഉണ്ട് ഞാൻ. കാരണം എനിക്കും അത് ഭയങ്കര ഷോക്കായി പോയി. കാരണം ആ ഒരു ചിന്താഗതി ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്കത് നല്ലൊരു റീച്ച് ആയിരുന്നു ആ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടക്ട് ചെയ്തത്. എഗെയിൻ 2023 വന്നപ്പം വീണ്ടും മിസ്സിസ് കേരളയിലേക്ക് ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എൻ്റെ ഈ സുഹൃത്ത് എന്നെ നിർബന്ധിച്ചു. നീ അപ്ലൈ ചെയ്യ്, എന്തായാലും കിട്ടും. പിന്നെ പറഞ്ഞു ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇനി തോറ്റിട്ട് വരുന്ന പരിപാടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കളിയാട്ടെ, വീട്ടുകാരെ കളിയാട്ടെ, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. ബട്ട് എന്തുകൊണ്ടും അറിയില്ല, അത് ആ വർഷത്തെ സ്റ്റാർ ഓഫ് മിസ്സിസ് കേരള ഞാനായിരുന്നു. എനിക്ക് അങ്ങനെ ക്രൗൺ കിട്ടി. അവിടെ നിന്നാണ് മൂവിയിലോട്ടുള്ള എൻട്രി വന്നത്. അത് ഏത് ഇയർ ആയിരുന്നു? 2023. 23 തന്നെ മൂവിയിലേക്ക് എൻട്രി. അത് കഴിഞ്ഞ പടന്നെ ആ ക്രൗൺ കിട്ടി. അവിടുന്ന് അറൗണ്ട് ഒരു 1 മന്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് പല ഓപ്പണിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. പലതും പല റീസൺസ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയായിരുന്നു. ഫസ്റ്റ് തമിഴിലും മലയാളത്തിലും കൂടി ആയിട്ട് ഒരു പുതുതായിട്ടൊരു മൂവി വരുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് മൂവിയിലെ പ്രൊഡക്ഷൻ കൺട്രോളറും കൂടിയാണ്. അപ്പോൾ ആ ഏട്ടൻ അപ്ലൈ ചെയ്തപ്പോൾ അതിൽ കിട്ടി. അത് മൂവിയുടെ പേരെന്തായിരിക്കും? രഘുറാം. രഘുറാമിലോ? അത് മലയാളം ആൻഡ് തമിഴിലായിട്ട് റിലീസ് ചെയ്യും. ഫസ്റ്റ് മൂവി അതാണ്. ഫസ്റ്റ് മൂവി അതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ റീസെന്റ് ചെയ്യുന്നത് 5 ലാംഗ്വേജിലായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു മൂവി വരുന്നുണ്ട്, നമോയോഗി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അത് മലയാളത്തിലില്ല, കന്നഡ, തമിഴ്, തെലുങ്ക്, നോർത്ത് ആ ഭാഗത്തോട്ടാണ്. അതിന്റെ ഷൂട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമോയോഗി, അതായത് യോഗി ആദിത്യനാഥിന്റെ ജീവിതകഥ, ഒരു പക്ക പൊളിറ്റിക്കൽ മൂവി. മനസ്സിലായി. പിന്നെ ഒരു അഗ്നിമുഖം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മലയാളം മൂവി ഉണ്ട്. അതിന്റെ ഇടയിൽ ഞാനും നമ്മുടെ മലയാളത്തില് ഒരു എൻട്രി എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്, ഒരു കണിമംഗലം കോവിലകം എന്ന് പറഞ്ഞിട്ട്. ആ മൂവി ഇപ്പം ഈ സെപ്റ്റംബർ ലാസ്റ്റിൽ റിലീസാണ് വരുന്നത്. ഓക്കെ. അപ്പൊ അത്യാവശ്യം ഒരു എന്താ പറയാ മൂവികൾ വന്നുകൊണ്ടിരിക്കുന്നു. യെസ്, അതെ, വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ വരുന്നതെല്ലാം ഞാൻ പറഞ്ഞില്ലേ തമിഴ്, തെലുങ്കിലാണ്. മലയാളികൾക്ക് എന്തോ ആരും വിളിക്കുന്നില്ല. അതെ അതെ അതെ. അല്ല, അത് അറിഞ്ഞു വരണമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ബാങ്കിങ് മേഖലയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? അറൗണ്ട് ഒരു 7 years ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നിങ്ങൾ ഒരു മൂവി ഫീൽഡിലേക്ക് അല്ലെങ്കിൽ മോഡലിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ ആ ബാങ്കിങ് മേഖലയിൽ പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അല്ലേ? അവരെന്തെങ്കിലും പറഞ്ഞിരുന്ന ഒരു ബാക്കപ്പ് സപ്പോർട്ട്? എനിക്ക് മെയിനായിട്ട് സപ്പോർട്ട് എന്ന് പറയുന്നത്, എനിക്കൊന്നത് ഫ്രണ്ട് സർക്കിൾ വളരെ കുറവാണ്. എൻ്റെ 1-2-3 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അതിൽ ഒരു വ്യക്തിയാണ് എന്നെ സത്യത്തിൽ ബൂസ്റ്റ് ചെയ്തിട്ട്, മീൻസ് എനിക്ക് എങ്ങനെ ഒരു കഴിവുണ്ട്, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൺഫിഡൻസ് തന്നത് ആ വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ മൂവിയിലോട്ട് ഇറങ്ങിയത്. ഈവൻ ഞാൻ മൂവിയിലോട്ട് ഇറങ്ങുക എന്ന് പറയുമ്പം എൻ്റെ ഫാമിലിയിൽ നിന്നും പെട്ടെന്ന് കാരണം ഒരു മൂവി ഫിലിം ഫീൽഡ് എന്ന് പറയുമ്പോഴുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ ഇപ്പോഴും നമ്മളുടെ നോർമലി ഉള്ള ആൾക്കാർക്ക്, മീൻസ് മൂവിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക്. എൻ്റെ ഫാമിലി ഒരു സാധാരണ ഫാമിലിയാണ്. സോ അവർക്കും അതുകൊണ്ട് മൂവിയിലോട്ട് ഇറങ്ങണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു പാഷനാണെന്ന് കണ്ടപ്പം അതിനവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ബാങ്കിങ് മേഖലയിലുള്ള ആ ഒരു സൗഹൃദങ്ങൾ പലർക്കും ഇപ്പം ഷോക്കാണ്. എൻ്റെ പല ഷൂട്ടും കാര്യങ്ങളും കാണുമ്പോൾ നിനക്ക് ഇത്രയും ചേഞ്ചസ്, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതുകൂടാണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നൈബേഴ്സ് ഇവരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊരു ഡെപ്യൂട്ടി മാനേജറായിട്ട് ബാങ്കിൽ വർക്ക് ചെയ്തൊരു വ്യക്തി, ആ വ്യക്തി അത് ഉപേക്ഷിച്ച് മോഡലിങ്ങിലേക്ക് അടുക്കുകയും മോഡലിങ്ങിൽ നിന്ന് സിനിമ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഭ്രാന്തമായ അഭിനിവേശം, അതിൻ്റെ അകത്തേക്ക് ചാൻസുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മളെ കൊളീഗ്സ് അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ചുറ്റുവട്ടത്തുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ പറയുന്നൊരു കാര്യം ഉണ്ടാവും, നിനക്ക് അവർക്ക് ഭ്രാന്തണ്ടാ, അല്ലെങ്കിൽ ബന്ധുക്കാര് അവര് പറയുന്നൊരു കാര്യം. മെയിനായിട്ട് എനിക്ക് ചാലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ റിലേറ്റീവ്സ് ആണ്. ഓക്കെ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു നായർ ഫാമിലിയാണ്. അവിടെ നിന്നും ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് ഞാൻ ആദ്യമായിട്ടൊരാളാണ് വരുന്നത്. സോ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും പലരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. അവർ എൻ്റെ പാഷൻ എന്താണോ, എൻ്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നീങ്ങുക,
സേഫ് ആവുക, ഇത് മാത്രമേ അവർ പറഞ്ഞു തരാറുള്ളൂ. ബട്ട് എന്നാലും ശരി, ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഇതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടാണ് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി. അത് എന്തായാലും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. പിന്നെ നൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്താന്ന് വെച്ചാൽ അത്ഭുതമാണ്. നീ അഭിനയിക്കാൻ നിനക്ക് പറ്റൂ, നീ എങ്ങനെ അഭിനയിക്കുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും വരുന്നത്. സ്റ്റാർട്ടിങ്ങിലായിരുന്നു. ഇപ്പം പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരെല്ലാം നിർത്തി ആ ചോദ്യങ്ങളും പറിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ മൂവി രഘുറാമാണ്. അപ്പൊ രഘുറാം എന്ന് പറയുന്ന മൂവിനെ കുറിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി ഇന്ന് ഞങ്ങൾ സംസാരിച്ചൊരു കാര്യമാണ്. സേനു ചാവക്കാടന്റെ മൂവിയാണ്. അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാത്ത ഒരു ഇന്റർവ്യൂ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. അദ്ദേഹത്തിന്റെ 7ാമത്തെ സിനിമയാണ് രഘുറാം. രഘുറാമിലാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അല്ലെ, ഫസ്റ്റ് മൂവി അത്. അപ്പൊ അതിനു മുമ്പ് മോഡലിംഗ്, ഈ മോഡലിംഗ് രംഗത്തേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ പല രീതിയിലുള്ള പല പ്രോബ്ലംസ് എല്ലാ ജോലികളിലും ഉണ്ട്. അപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്നത് അട്ടർ പ്രഷർ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് നേരത്തെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹവും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പുള്ളിയും ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളി മാനേജറായിരുന്നു. ഇപ്പം അവിടുത്തെ അതിൻ്റെ മുകളിൽ എന്തോ ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. അപ്പോൾ ഓരോ ടൈമിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ ഏരിയ. അപ്പോൾ അതൊരു അട്ടർ പ്രഷറിൽ പോകുന്ന ജോബാണ്. അപ്പോൾ ആ ഒരു ജോബിൽ, എല്ലാ ജോബിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിപ്പോ മോഡലിംഗ് എന്നല്ല, എനിക്ക് തോന്നി എല്ലാ ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഉണ്ട്. പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ചാൻസസ് കൂടുതലായതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് തോന്നി ഈ മോഡലിംഗ് ഫിലിം ഇതിൽ കൂടുതൽ ഇങ്ങനത്തത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് അറ്റ് പ്രസന്റ് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവായിട്ട് ആരുടെ അടുത്തൊന്നും ഒന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് പൊതുവെ എന്താ വെച്ചാൽ കുറച്ച് ദേഷ്യം കൂടുതലാണ്. അതറിയുന്നത് കൊണ്ടായിരിക്കാൻ തോന്നുന്നു അങ്ങനെ ആരും ഒരു രീതിയിലും അപ്രോച്ച് ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇതുവരെ സേഫ് സോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂവി ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ് മൂവിയിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടിങ്. ഓക്കെ. അപ്പോൾ സുമിയെ, ഒന്ന് നമ്മൾ ആദ്യമായി മോഡലിംഗ് റാമ്പിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ റാമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ബാങ്ക് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന്, അത് നല്ലൊരു പോസ്റ്റ് ഇല്ലേ, ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ്, ആ ഒരു പോസ്റ്റിൽ നിന്ന് റാമ്പിൽ നമുക്കൊരു ക്രൗണ് കിട്ടോ ഒന്നും അറിയില്ല സ്റ്റാർട്ടിങ്ങിൽ. എൻ്റെ മോള് ഓൾറെഡി ഒരു മോഡലാണ് കേട്ടോ. 6 വയസ്സുള്ളൂ, ചെറുപ്പത്തിലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം അവൾക്കിപ്പം പിന്നെ ക്രൗൺ എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളത് ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ മോഡലിംഗ് രംഗത്ത് മീൻസ് ചെയ്യുന്ന പലർക്കും പ്രൈസ് കിട്ടാഞ്ഞിട്ട് ഹെവി പ്രഷറാണ് നമുക്ക്. പ്രഷർ എന്ന് വെച്ചാൽ കരച്ചലും. ലാസ്റ്റ് ഒരു 2 വീക്ക് അത്ര എന്തോ ആയിട്ടോ, 2 വീക്ക് ബിഫോർ അത്ര ഒരു പെങ്കൊച്ചിനെ ഫ്രം കാലിക്കറ്റ് എന്തോ, അവർ കാലിക്കറ്റോ മലപ്പുറത്തോ എന്തോ ഒരു കുട്ടി, അവരത് കരകനാണ്. കാരണം വെച്ചാൽ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം എന്ന് പറയുന്ന പോലെ ഇഷ്യൂസും കോമ്പറ്റീഷനും പ്രഷറും ടെൻഷനും എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു റാമ്പിൽ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു ഫീൽ? ഫസ്റ്റ് ഒരു വീട്ടമ്മ, ഒരു എന്താ പറയുക, സിംഗിൾ പാരന്റ്, പ്ലസ് ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജറായിരുന്നു, ഇത്രയും നല്ലൊരു ഹൈ പോസ്റ്റിൽ നിന്നൊരു വ്യക്തി. ആ വ്യക്തി ആദ്യമായി ഒരു റാമ്പിൽ ഇറങ്ങി കുറേ മറ്റുള്ള ഔട്ട്സൈഡേഴ്സിൻ്റെ മുമ്പിൽ റാമ്പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അന്നത്തെ ഫീൽ എന്തായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ഈ എക്സാം ഹാളിലോട്ടൊക്കെ കുട്ടികൾ കയറുമ്പോൾ കാലിങ്ങനെ കിടന്ന് വിറയ്ക്കും എന്നുള്ളത്. ഹൈ ഹീൽ 5 ഇഞ്ചിൻ്റെ ഹീൽ ചെരുപ്പാണ് യൂസ് ചെയ്യുന്നത് ഞാൻ. സോ ഈ 5 ഇഞ്ച് ഹീൽ ചെരുപ്പിൽ നിന്ന് റാമ്പ് ചെയ്ത് വാക്ക് ചെയ്ത് ഫ്രണ്ടിലെത്തുമ്പം ഫുൾ ലൈറ്റ്സും ക്യാമറയും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ സ്ട്രെയിറ്റ് നോക്കുമ്പോൾ എനിക്ക് അവിടെ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ടെൻഷൻ കാരനാണോ എന്താണോന്നൊന്നും അറിയില്ല, ഞാൻ ഒരാളെയും കാണുന്നില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് പേടിയായിരുന്നു, തുറന്നു പറയാലോ, നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഗ്യാപ്പിന് ശേഷം ഒരുപാട് ഗ്യാപ്പ് വെച്ചതിന് ശേഷം അത് എറണാകുളം വെച്ചിട്ടായിരുന്നു. എറണാകുളം നമ്മുടെ ലേമറേഡിയിൽ വെച്ചിട്ട്. അത് ഇതേ ഇറങ്ങിയ സമയത്ത് എനിക്ക് ആരെയും കാണുന്നില്ല. ഓഡിയൻസ് ഉണ്ടെന്ന് എനിക്കറിയാം, ഞാനൊരാളെയും കാണുന്നില്ല. ഫുൾ ഇരുട്ടായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് പേടി കൂടിയിട്ടാണ്. കാരണം ഞാൻ
വാക്ക് ചെയ്ത് ബാക്കിലെത്തുമ്പം എൻ്റെ കൈ ഇങ്ങനെ വിറച്ചിട്ട് തണുത്ത് നിൽക്കുന്നു. പേടിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൈ അമർത്തി പിടിച്ചു. അപ്പോൾ അവൾ ചോദിച്ചത് എന്താ ഇത്രയും ഇങ്ങനെ വിറയ്ക്കുന്നത്? എനിക്ക് കാല് വിറച്ചിട്ട് പോയി, അടുത്തത് എനിക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. അല്ല, ശരിക്കും അതൊരു വലിയൊരു ചേഞ്ച് അല്ലേ? ഭയങ്കര ചേഞ്ച്. കാരണം നിങ്ങൾ ഒരു വീട്ടമ്മ, ഒരു മകനാണല്ലേ, യെസ്, മകൻ. മകൻ്റെ അമ്മ, ബാങ്കിൽ ഒരു ജോബ്, ഇതൊക്കെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന അന്ന് യെസ്, അതെ. അല്ലേ? അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഇല്ല. ആ സ്വപ്നത്തിൽ നിന്ന് എവിടെ നിന്നും ഒരു സ്പാർക്കായിരുന്നു ഒരു മോഡലിംഗ് എന്ന് പറയുന്നത്. ആ സ്പാർക്ക് വന്നത് കൊറോണ കൊണ്ടെന്ന് തോന്നുന്നു. അതിൽ കൊറോണ അങ്ങനെ എനിക്കൊരു കഴിവുണ്ട് എന്ന് കണ്ടുപിടിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട്. ഇത് കൊറോണക്ക് മുമ്പുള്ള സംഭവമാണ്, കൊറോണ ആഫ്റ്റർ കോവിഡ്. കോവിഡ് ആണ്. അപ്പോൾ അതെ, ആ കോവിഡിന് ശേഷമാണ് അതെ, ഈ കലാസൃഷ്ടി എന്ന് പറയുന്നത് പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങിയത്. അതെ. അതൊരു മോഡൽ എന്ന് പറയുന്ന ഒരു ഇതിലായിരുന്നു പുറത്തേക്ക് വന്നത്, Yes, അതെ. മോഡലിങ്ങിലൂടെ വന്നു. മോഡലിങ്ങിലൂടെ. അപ്പൊ ഫസ്റ്റ് അങ്ങനെ ഒരു റാമ്പിൽ ഇറങ്ങാൻ സാധിച്ചപ്പോൾ, ഇറങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എന്തായാലും വീട്ടിൽ പറയണം, വീട് പറയണം, തീർച്ചയായിട്ടും. നാട്ടുകാരറിയും. അതാണ് വീട്ടുകാർക്ക് പ്രശ്നം, എന്തിനു പോയിട്ട് നാണം കിടന്നു. പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ റാമ്പിൽ ഇറങ്ങിയത് മിസ് കേരളയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ അത് ക്രൗണിങ് ഭയങ്കര അടിപൊളി ഇതൊക്കെയാണ്. ബട്ട് നമുക്ക് ബാക്ക് എൻഡ് നമ്മളെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേജ് നോക്കുമ്പോൾ നമ്മൾ അതിന് ഒരുപാട് കുറെ എക്സ്പെൻസ് നമുക്ക് അതിന് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും എമൗണ്ടുകൾ ഇറക്കിയിട്ട് ഒരു റാമ്പിൽ ഇറങ്ങി ഒന്നും കിട്ടാതെ നമ്മൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പൊ നമ്മൾ റീതിങ്ക് ചെയ്യും, ഈ പൈസ ഉണ്ടായിരുന്ന നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കായിരുന്നല്ലോ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 100 വട്ടെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, പോണോ എന്നുള്ളത്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരൊരു ലിസ്റ്റ് തരും. ഈ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടു ചെല്ലണം. എല്ലാം നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, നമ്മളിത് പർച്ചേസ് ചെയ്യേണ്ടി വരും. വാങ്ങാൻ പോകുന്ന സമയത്താണ് നമുക്ക് ഇതിന്റെ പല റേറ്റും അറിയുന്നത്. അപ്പം ഇത് അടച്ചു പോയല്ലോ പേയ്മെന്റ് എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മിസ്സിസ് കേരളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. അത് പോയി, പക്ഷെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത് കിട്ടിയിട്ടില്ലെങ്കിലും എന്ന് വെച്ചാൽ ഒരു ഉള്ളിൽ എവിടെയോ ഒരു വാശി വന്നു, ഒരിക്കലെങ്കിലും ഇത് അറ്റൻഡ് ചെയ്ത് ഈ ക്രൗൺ എനിക്കൊന്ന് വെക്കണം എൻ്റെ തലയിൽ എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ ക്രൗൺ ഇല്ലാതെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ മകനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എന്നെ കളിയാക്കി, പോയിട്ട് എന്തുണ്ടായി, നിങ്ങൾ അപ്പഴേ പറഞ്ഞതല്ലേ പോണ്ട എന്നുള്ളത്. പക്ഷെ അപ്പൊ എനിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു ഒരു വാശി, ഇത് കിട്ടണം എന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ഒരു ഭാഗ്യമാണല്ലോ. എനിക്കത് പിന്നെയും കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരുന്നു ആ ഭാഗ്യം വന്നത് എന്ന് മാത്രം. ആദ്യത്തത് 2021 പിന്നെ 2023 കാരണം അപ്പത്തേക്ക് ഞാൻ എന്താ വെച്ചാൽ ഏകദേശം ഇതെല്ലാം മനസ്സിലാക്കി. പിന്നെ ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, പിന്നെ കുറെയൊക്കെ നമ്മുടെ ലെക്കാണ്. കാരണം ആ സ്റ്റേജ് ഫിയറൻസ് ഇല്ലാതെ അവര് ചോദിക്കുന്നത് കറക്റ്റ് പറയാന്നുള്ളതാണ്. എന്താ പറയാ, അത് ശരിക്കും ഒരു ലെക്കാണ് ഇത്. ആ ലെക്ക് ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആദ്യമായിട്ട് ആ ഒരു ക്രൗൺ നിങ്ങൾക്ക് കിട്ടി, മിസ്സിസ് കേരള 2023 തെരഞ്ഞെടുക്കപ്പെട്ടു, സ്റ്റാർ ഓഫ് മിസ്സിസ് കേരള. അപ്പൊ അതിനുശേഷമായിരുന്നു മൂവിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. മൂവിയിലേക്ക് ഒരു എൻട്രി വന്നപ്പോ, ആ എൻട്രി വരുമ്പോ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടുകാരോട് സംസാരിക്കണമല്ലോ. തീർച്ചയായിട്ടും. എന്തായിരുന്നു അന്നത്തെ ഒരു എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ലെക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പാഷൻ എന്താണോ, എൻ്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചിട്ട് അമ്മ നീങ്ങുക. ആ ഒരു ചിന്താഗതിയുള്ളൊരു മകനാണ്. ഇപ്പം ഞാനൊരു ഷോർട്ട് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് എനിക്ക് ഇടണം എന്ന് ഇടണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ ഇടുക. അത് അമ്മ മറ്റുള്ളവരെന്ത് പറയുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി ആൾക്കാർ എന്ത് പറഞ്ഞു അതൊന്നും അമ്മ ചിന്തിക്കേണ്ട. അമ്മ എന്താണോ അമ്മ കംഫർട്ട് അത് അമ്മ ഇടുക. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് മകനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു ലെക്കാണ് അവൻ. കാരണം അവൻ്റെ ഒരു സപ്പോർട്ടാണ് സത്യത്തിൽ ഞാൻ എന്തെങ്കിലും എൻ്റെ ലൈഫിലായിട്ടുണ്ടെങ്കിൽ. കാരണം ഫസ്റ്റ് മൂവിയിലുള്ള എൻ്റെ ഒരു കോസ്റ്റ്യൂം വരുന്നത് ഒരു മുണ്ടും ഒരു ബ്ലൗസും മാത്രമാണ്. അപ്പം എനിക്ക് ആദ്യമേ സൈൻ സാറ് പറഞ്ഞു, ഇതാണ് വേഷം വരുന്നത്, ഓക്കെ അല്ലേ, കംഫർട്ട് അല്ലേ, ഫാമിലി ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. കാരണം ബിഗ് സ്ക്രീനിൽ വരുമ്പം അറിയാലോ, ആ ഒരു കോസ്റ്റ്യൂമിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ഉണ്ടാവുക. അപ്പം ഞാനത് മകനോട് പറഞ്ഞു, എടാ ഇങ്ങനെയാണ് ഉണ്ടാവുക, നിനക്ക് പ്രോബ്ലം ഉണ്ടോ? കാരണം അവന് മോശമാവരുത്, അവൻ്റെ ഫ്രണ്ട്സിലും ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, അമ്മ അത് ക്യാരക്ടർ അതാണെങ്കിൽ അമ്മ അത് ചെയ്യുക, അതിനെന്തിനാ അമ്മ മോശം എന്ന് ചിന്തിക്കാൻ നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ചെയ്തപ്പോൾ അവനെ വീഡിയോ കോള് വിളിച്ചു, എടാ ഇങ്ങനെയാണ് കേട്ടോ കോസ്റ്റ്യൂം വരുന്നത്, പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. എന്നോട് പറഞ്ഞു, എന്ത് പ്രോബ്ലം? അമ്മയ്ക്കാ പ്രോബ്ലം, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു.
വെച്ചാൽ എൻ്റെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾക്ക് അവൻ ഭയങ്കര സപ്പോർട്ടാണ്. ഉം, ഉം. ഇപ്പം എനിക്കൊരു ഷോർട്ട് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഈവൻ ഒരു ബിക്കിനി ഇട്ടിട്ട് എനിക്കൊന്ന് എന്താ പറയുക ഒരു ഷൂട്ട് നടത്തണം എന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞാൽ അവൻ ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഒന്നേ ഉള്ളൂ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനനുസരിച്ച് ജീവിക്കാം. മീൻസ് ആൾ എന്നെക്കാട്ടും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല കാര്യം, നല്ല കാര്യം. അങ്ങനെ ഒരു സപ്പോർട്ട് Yes, ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് എൻ്റെ മകൻ. അതെ. അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ വീട്ടുകാരുടെ നിന്നൊന്നും വേറൊരു ഇല്ല, ഡിസ്റ്റർബൻസ് ഒന്നും ഫീൽ അമ്മയ്ക്ക് ആകെ ഒരു ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മൂവിയിൽ നിന്നും നമ്മൾ കേൾക്കുന്ന കുറെ നെഗറ്റീവുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ, ഉണ്ടെങ്കിൽ നീ അവിടെ നിൽക്കരുത്, വേഗം തിരിച്ചു പോകണം. അത് മാത്രം അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അമ്മയ്ക്ക് വേറെ പ്രശ്നം, അമ്മയ്ക്ക് എൻ്റെ സേഫ്റ്റി ആയിരുന്നു അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ്. ബട്ട് ഞാൻ പറഞ്ഞില്ല, അവിടെ ഭയങ്കര കംഫർട്ടായിരുന്നു സയൻസ് സാറിൻ്റെ അടുത്ത്. സാറ് എന്താ പറയുക, ഞാനൊരു പുതിയ ഒരാളാണ് എന്നുള്ള രീതിയിലല്ലായിരുന്നു ആക്ച്വലി എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, പുള്ളി എനിക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു ക്യാരക്ടറാണ്. യെസ് സർ. പേഴ്സണലി പലരും എല്ലാവരും പുള്ളിനെ അറിയാവുന്ന, പുള്ളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പൊ ആ ഒരു ഇതില് നമുക്ക് അത്രയും കംഫർട്ട് ഭയങ്കര കംഫർട്ടാണ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ മൂവി അനുഭവം അതായിരുന്നു. അതെ. അത് അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും അതിൽ ഒരു ഹീറോയിനായിരുന്നു നമ്മളടുത്ത് വന്നത്. അപ്പൊ അതൊരു ഫൈറ്റ് മൂവിയാണെന്നാണ് പറഞ്ഞത്. യെസ്, അത് 2 കാലഘട്ടം പറയുന്ന ഒരു നിങ്ങളുടെ വല്ല ഫൈറ്റ് ഉണ്ടോ അതിൻ്റെ അകത്ത്? ഇല്ല, ആക്ച്വലി അത് 2 കാലഘട്ടമാണ് അത് പറയുന്നത്. ഞാൻ അപ്പം പഴയ കാലഘട്ടത്തിലുള്ള ആളാണ്, ഇവര് പുതിയ കാലഘട്ടത്തിൽ. അപ്പം നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അവിടെ വാൾപ്പേറ്റ് മാത്രമേ ഉള്ളൂ, ഇവിടെയാണ് ഫൈറ്റ് വരുന്നത്. Yes, അതെ. ഓക്കെ. അതായിരുന്നു ആദ്യത്തെ മൂവി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. Yes, അതെ. അടുത്ത മൂവിയിലേക്ക് പോയപ്പോൾ മൾട്ടി ലാംഗ്വേജ് ആണ്. അതിന്റെ ഷൂട്ട് ഇപ്പം കഴിഞ്ഞിട്ടില്ല, ഇല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പരിചയവുമില്ലാത്ത, മലയാളികളല്ലാത്ത ലാംഗ്വേജ് ഭയങ്കര പ്രോബ്ലം ആണ്. ഒത്തിരി Yes, ആൾക്കാരുണ്ടായിരുന്നു. അതെ. അതെന്താണ് അതിന്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയുന്നത്? ആക്ച്വലി മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഈ ലാംഗ്വേജ് മാത്രമേ അറിയൂ. ഈവൻ തമിഴ് എനിക്ക് കേട്ടാൽ കുറച്ചൊക്കെ അറിയാം, അല്ലാണ്ട് തിരിച്ചു പറയാൻ അറിയില്ല. അപ്പം എൻ്റെ 4 ഭാഗത്ത് നിന്നിട്ട് ഇവർ തമിഴ് കാര്യങ്ങൾ, തമിഴിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്, തമിഴും തെലുങ്കിലും. ഞാൻ ഒന്നും അറിയില്ല, ബട്ട് ഞാൻ എൻ്റെ മുഖത്തൊരു ചിരി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം വേറെ ഒന്നും എൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ല. ശരിക്ക് പ്രത്യേകിച്ച് എനിക്ക് ലാംഗ്വേജ് ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഇവർ അവരുടെ ലാംഗ്വേജിൽ എന്താ പറയുന്നതെന്നും എനിക്കറിയില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഡയറക്ടർ മലയാളിയാണ്. സാറ് ചെന്നൈ സെറ്റിൽഡ് ആണ്, ബട്ട് മലയാളിയാണ്. അപ്പൊ അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സാറിനോടാണ്. അപ്പൊ പിന്നെ വെച്ചാൽ അല്ല, സാർ അത് നമുക്ക് എന്താ വെച്ചാൽ അത് മലയാളത്തിലോട്ട് ആക്കി തരും. ഡയലോഗ്സ് കാര്യങ്ങളെല്ലാം മലയാളത്തിലോട്ട് ആക്കി തന്നിട്ടാണ് സാറ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു, സാർ എനിക്കിത് അറിയില്ല. അപ്പം എന്നോട് പറഞ്ഞാൽ അത് പഠിച്ചോളും, എല്ലാവരും അങ്ങനെയാണ് പഠിക്കാന്ന്. പക്ഷെ എന്നാലും എന്താ പറയാ, പോയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആളോട് എന്തെങ്കിലും ഒരു ചുമക്കുകയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പം അവര് എന്താ പറയാ, അവര് നമ്മളെ മുഖത്തോട്ടേ നോക്കും, അവര് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവരെ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അപ്പം കഴിയുന്നത് എന്താ വെച്ചാൽ ചിരിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും. അതാണ് ഏറ്റവും കംഫർട്ട് സോൺ ആയിട്ട് തോന്നിയത്. എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? അത് ഇപ്പൊ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ഇല്ല, ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മളെ കുംഭമേളേന്റെ ടൈമിലായിരുന്നു. ഇനിയിപ്പൊ വരുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്. അത് ഈ മഴയുടെ ഒരു പ്രോബ്ലം കാരണം ഈ മന്ത് നടക്കേണ്ടതായിരുന്നു, നെക്സ്റ്റ് മന്തിലോട്ട് പോസ്റ്റ്പോൺ ആയിട്ടാണ്. അത് ടോട്ടൽ 60 days ആണ് വർക്ക് വരുന്നത്. നിങ്ങൾക്ക് എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട്? എനിക്ക് ടോട്ടൽ 60 days. 60 days പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സെക്കൻഡ് പ്രൊജക്റ്റ് ആണ്. യെസ്. അതിനുശേഷമായിരുന്നു അല്ല, അത് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മലയാളത്തില് ഒരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടീച്ചർ റോളാ ചെയ്തിട്ടുണ്ടായിരുന്നു. കണിമംഗലം കോവിലകം. കണിമംഗലം കോവിലകം പേര് കുറെ നേരമായിട്ട് ഇങ്ങനെ നിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അത് ആറാന്തപുര എന്ന് പറഞ്ഞ സിനിമയല്ല, കോവിലകമാണ്, കണിമംഗലം കോവിലകം. അതിന്റെ പേരിൽ ഒരു സിനിമ ഇറക്കി. ഇത് ഓൾറെഡി ഒരു വെബ് സീരീസ് ഉണ്ട്. വെബ് സീരീസ് ഉണ്ട്. ആ ടീമിന്റെ മൂവിയാണ്. ഈ പേരിൽ തന്നെ ഒരു വെബ് സീരീസ് ഉണ്ട്. അപ്പൊ അവർ അതേ പേരിൽ തന്നെ ഒരു മൂവി ഇറക്കണതാണ്. പൊതുവെ സിനിമയാണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വളരെ അധികമുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം. ഞാനിങ്ങനെ എടുത്തു പറയുന്നുണ്ട്, ഇവരാരെ ഞാൻ കുറ്റം പറഞ്ഞല്ല കേട്ടാ, തെറ്റിദ്ധരിക്കുകയേ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ചുറ്റുവട്ടത്തുള്ളത്.
അപ്പോൾ എന്തുകൊണ്ട് എറണാകുളത്തിന് അങ്ങനെ ഇല്ലേ എന്ന് ചോദിക്കാം. എറണാകുളത്തേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലേ കണ്ടു വളർന്നേക്കുന്ന ഷൂട്ടിങ്ങും അതേപോലെ മൾട്ടി ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട് കേട്ടോ. എല്ലാം നല്ല പറയുന്നത് സേട്ടുമാരുണ്ട്, സിന്ധികളുണ്ട്, അങ്ങനെ പല പല വിഭാഗത്തിലുള്ളവരുണ്ട്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ ഇന്നത്തെ തലമുറയ്ക്കുമുണ്ട്, പഴയ ആളുകൾക്കുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ഷിമി മാഡത്തിൻ്റെ ഒരു അഭിപ്രായം? അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ കുറേയൊക്കെ ആൾക്കാരുടെ കാഴ്ചപ്പാട് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മോഡലിങ്ങിനെ കുറിച്ചിട്ട് ഇപ്പം പൊതുവേ ഒരു കുറച്ച് നെഗറ്റീവായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു പരിധി വരെ എന്താ പറയുക, ഞാൻ മീൻസ് ഒരു മോഡൽസിനെയും കുറ്റമായിട്ട് പറയല്ല. അതിലൊരു പരിധി വരെ മോഡൽസും മീൻസ് അതിനൊരു ഉത്തരവാദികൾ തന്നെയാണ്. കാരണം ഒരു ഷോ കാണാൻ വന്ന ഒരു ഫാമിലി ആയിട്ടൊരു ആൾക്കാർ വന്ന് ഷോ കാണാൻ ഇരിക്കുകയാണ്. അവിടെ എന്ന് വെച്ചാൽ ഈ റാമ്പിൽ ഇറങ്ങുന്ന പിള്ളേർ, അതായത് ഒരു 15, 16, 17 ആ ഒരു ഏജിലുള്ള പിള്ളേർ ആ സ്ഥലങ്ങളിൽ കളിച്ചു കൂട്ടുന്ന കളികൾ കാണുമ്പോൾ ഇത് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഫാമിലിയാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. കാരണം പല കുട്ടികളും ഈ മോഡലിംഗ് ഇപ്പം ചെയ്യുന്നത് നമുക്കൊരു ഫിലിമിലോട്ടുള്ള ഒരു എൻട്രി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 95% ഒരു എൻട്രിയും കിട്ടില്ല. നമ്മുടെ ലെക്കാണ്. പ്ലസ് എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, ആക്ട് ചെയ്യാനുള്ളൊരു കഴിവും കോണ്ടാക്റ്റും ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് നമുക്ക് കയറി പോകാൻ പറ്റുക. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ കണക്കിൽ നമ്മൾ റാമ്പിൽ ഇറങ്ങുന്നു, കുറച്ച് റാമ്പ് ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ ഷോക്ക് ഏതെങ്കിലും മൂവിയിലേക്ക് വിളിക്കും. അങ്ങനെ കിട്ടിയ കുട്ടികൾ വളരെ കുറവേ ഉള്ളൂ. മാത്രമല്ല കുട്ടികൾക്കൊരു ഫ്രീഡം പോലെയാണ്. ഒരു 2 or 3 days ആയിരിക്കും ഇതിൻ്റെ നമുക്ക് എന്താ വെച്ചാൽ കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള എൻ്റെ കൊറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കുട്ടികൾക്ക് ഒരു 2 days ഉണ്ടാവും. ഈ 2 days കൊണ്ട് ഈ പിള്ളേർ കളിച്ചു കൂട്ടുന്ന പല കളികളും പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾ കാണുമ്പോൾ ഇവൻ ആസ് എ മദർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പോലും പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങനെയാണ് കളിച്ചു കൂട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ ഫിലിമിനെ പറ്റിയിട്ട് നെഗറ്റീവ് വരും. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സൊസൈറ്റി മാത്രമല്ല ഇറങ്ങുന്ന മോഡൽസും കൂടി ചിന്തിക്കണം അത്. കാരണം ഞാനിപ്പം പുറത്തിറങ്ങിയിട്ട് ഞാൻ എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. ബട്ട് വിട്ടു നിന്ന് നോക്കുന്ന ഒരാൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കാണ് എൻ്റെ കയ്യിലുള്ള നെഗറ്റീവ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. അധികം ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് പല പാരൻസും കുട്ടികളുടെ അമ്മമാർ തന്നെ. ഞാൻ ചോദിക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇതിൽ കുട്ടികളെയാണോ കുറ്റം പറയേണ്ടത് അല്ലെങ്കിൽ പാരൻസിനാണോ? ഒരു പരിധിവരെ എനിക്കൊന്ന് പാരൻസിനെയാണ്. ഞാനൊരു പാരന്റ് ആണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു പാരൻസിനെയാണ് ഞാൻ അതിലും കുറ്റം പറയുക. കാരണം ഇപ്പോൾ ഒരു 16, 17 വയസ്സിലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആ കുട്ടിക്ക് നമ്മളുടെ ഒരു ഇതിനെ പറ്റിയിട്ട് വിവരം ഉണ്ടാവും. ഈ ഇന്റർവ്യൂ ഒരു വിവാദമാകോ ഇല്ലേന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതിപ്പോ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നോണ്ട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഇതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോകുന്ന ഒരാളാണ് മോഡലിങ്ങിന്റെ. അല്ലെങ്കിൽ കൊച്ചു ഓൾറെഡി ഒരു മോഡലാണ്. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള കേസാണത്. ഞാൻ ചിന്തിക്കുന്ന കാര്യം ഒരു സാധാരണക്കാരനായിട്ട് നമ്മൾ ഉള്ള ആൾക്കാർ, അതായത് ഞാൻ ചിന്തിക്കുന്ന, ഞാൻ മൂവി ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇതേപോലെ പല കാര്യങ്ങളും മൂവിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള പാരൻസ് ആണ് അവിടെ കുട്ടികളെയും കൊണ്ടുവരുന്നത്, അല്ലേ? ഉന്നത ലെവലിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഞാൻ വളരെ തുച്ഛമായിട്ട് കണ്ടിട്ടുള്ളൂ. സാധാരണക്കാരൻ അവരുടെ സ്വപ്നമാണ്. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, ഞാൻ ഒരിക്കലും ഇത് ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നാം. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തില്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് തൻ്റെ മകനെയോ മകളെയോ ഒന്ന് റാമ്പിൽ ഇറക്കുക, അല്ലെങ്കിൽ മൂവിയിലേക്ക് കാണുക. അതാണ് ഇമ്പോർട്ടന്റ്. റാമ്പിൽ ഇറങ്ങിയത് കൊണ്ട് എന്റെ കുട്ടി മൂവിയിൽ എത്തും എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. അത് നമ്മക്കറിയാത്. അതിപ്പോ ഷിമിക്കറിയാം, സച്ചിനറിയാം, രമ്യക്കറിയാം, അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞത് സാധാരണക്കാരായിട്ടുള്ള ഒരു പാരൻസിന് അത് മനസ്സിലാക്കുന്നില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് എടുക്കുന്നത്. അതിനുള്ള ആൻസറാണ് എനിക്ക് വേണ്ടത് കറക്റ്റായിട്ട്. കാരണം
എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പാരന്റ്സ് കണ്ണടച്ച്? കാരണം നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് മഹാരാജാസ് കോളേജ് ഞാൻ കണ്ടതാ. മഹാരാജാസ് കോളേജിൽ വെച്ച് നടക്കുന്ന, ഞാൻ കോളേജിന്റെ പേര് അവിടെ വെച്ച് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഒരു ഫാഷൻ ഷോയില് എനിക്ക് അവിടുന്ന് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ചീത്ത പറഞ്ഞു ഇറങ്ങിപ്പോരേണ്ടി വന്നു. ഞാൻ തന്നെ എത്രയോ കുട്ടികളോട് പറയാറുണ്ട്, നമ്മുടെ ലൈഫ് ഇതല്ല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഇതിന് റിഗ്രറ്റ് ചെയ്യും. പക്ഷെ എന്താ വെച്ചാൽ നോക്കുമ്പം അവരുടെ അമ്മ സൈഡിൽ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ സൈഡിൽ ഇരിക്കുന്നുണ്ടാവും, ഇതൊന്നും ഞങ്ങളെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും വേറൊരാളുടെ കുട്ടീനെ നമുക്ക് നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധി വരെ പാരൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു മീൻസ് വലിയ കുട്ടികളല്ല, എല്ലാം ഒരു 10th ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ. ആ മക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഒരു പാരന്റിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ നിയന്ത്രിക്കാൻ പറ്റുക? ഇപ്പൊ എൻ്റെ മകനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയണം. എനിക്ക് പറ്റാത്തതൊരു കാര്യം പബ്ലിക്കിന് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പോസിബിൾ. മോഡലിങ്ങിലും വരുന്ന ഒരു ഇഷ്യൂ അത് തന്നെയാണ്. കാരണം പെൺകുട്ടികളെ ഇതിലോട്ട് പാരന്റ്സ് കൊണ്ടുവരുമ്പം എങ്ങനെയെങ്കിലും എൻ്റെ മകള് കുറച്ച് ഫെയിം ആവുക, സോഷ്യൽ മീഡിയയിൽ എൻ്റെ മോള് തരംഗമായി മാറുക, ഈ ഒരൊറ്റ ചിന്താഗതി മാത്രമാണ് പല പാരന്റ്സിനും. ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, ചില പാരന്റ്സിന് ആ ഒരു ചിന്താഗതി ഉണ്ട്. പക്ഷെ ആ ഒരു ചില പാരന്റ്സ് മതി ഒരു ഫീൽഡിന്, എൻ്റെ ഫീൽഡിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് മോഡൽസും ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ അവിടെ നിന്നിട്ടാണ് ഇവർ പല കണക്ഷൻസും കുട്ടികൾ ഉണ്ടാക്കുന്നത്. അതും ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണത്. അപ്പം ഒരു പരിധി വരെ എന്നല്ല, പാരന്റ്സ് നമ്മള് കുട്ടികളെ ഇതിലോട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവര് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇതല്ല ലൈഫ്, നമ്മളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്യുക. ഡൈവേർട്ട് ചെയ്ത് പോകുമ്പം അവിടെ ഇല്ലാതെ ആവുന്നത് അവരുടെ ലൈഫും അവരുടെ കരിയറും കൂടിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ കുട്ടികളുടെ കരിയറും ലൈഫും അങ്ങനെ സ്പോയിൽ ആയിട്ടുള്ളത്. ഞാനൊരു അമ്മയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. കാരണം ഇതൊക്കെ ഇപ്പൊ ഒരു പക്ഷേ ഷിമി മാഡത്തിന്റെ വായിൽ നിന്നും അല്ലെങ്കിൽ എന്നിലൂടെ വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ചോദിക്കുന്ന ചോദ്യം 4 ആളുകൾക്ക് കാണാൻ പറ്റിയൊരു അറിവ് കിട്ടിയാൽ അതൊരു വലിയ അറിവായിട്ട് തിരിച്ചറിവായിട്ട് മാറണം ഇന്നത്തെ സമൂഹത്തിന്. അതുകൊണ്ട് ചോദിക്കുന്നതാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങൾ ഇത്ര വർഷത്തെ കരിയറിൽ മോഡലിംഗ് രംഗത്ത് കുട്ടികൾ അവർ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കുട്ടികളുടെ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതും നമ്മൾ വിചാരിക്കും ഒരു 18, 19, 20 വയസ്സുള്ള കുട്ടികളായിരിക്കുന്നു. ഇതൊരു 15, 14 വയസ്സുള്ള കുട്ടികളാണ്. ഇത് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചു ബോധമില്ലാതെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് കാണുമ്പം നമുക്കൊരു ഭയങ്കര ഒരു ഫീലിംഗ്, ഒരു സങ്കടം വരും. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ആ ഒരു റേഞ്ചിൽ ചിന്തിക്കണം. മേ ബി എൻ്റെ ചിന്താഗതിയുടെ വ്യത്യാസമായിരിക്കാം. കാരണം ഞാൻ അങ്ങനത്തെ കുട്ടികളെ കാണുമ്പം ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ മകനെ കുറിച്ചാണ്. കാരണം ഞാനൊരു അമ്മയാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്താ ചെയ്യുക, മക്കളുടെ സേഫാണ് നമ്മൾ നോക്കുക, അവരുടെ ഫ്യൂച്ചർ നോക്കും. അപ്പൊ അതേ ഒരു ഏജിലുള്ള കുട്ടികൾ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് കാണുമ്പം അതെന്താ, ഞങ്ങളിത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമയിലേക്ക് എത്തും. അത് ആരോ അവരെ ഒരു ബ്രെയിൻ വാഷ് ചെയ്യാണത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇതിന്റെ പേരിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒരു പരിധിവരെ പാരന്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിർത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തുകൊണ്ടിട്ട് ഇത് പാരന്റ്സിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? അവരൊരു സ്വപ്ന ലോകത്താണോ ഈ പാരന്റ്സ്? എനിക്ക് പലപ്പോഴും പല പാരന്റ്സും പറയുന്നത്, എനിക്ക് സാധിക്കാത്തത് ഞാൻ മക്കളിലൂടെ സാധിക്കുന്നു. ആ ഒരു ചിന്താഗതിയിലാണ് പാരന്റ്സ് സത്യത്തിൽ കൊണ്ടുവരുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലമല്ല, ഒരാണും ഒരു പെണ്ണും അടുത്തിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം അല്ല. കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചെയ്യാൻ പറ്റില്ല. അല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരാണും പെണ്ണും നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. കാരണം എപ്പോഴും നമുക്ക് എന്താ പറയാ, ഫ്രണ്ട്സിനെ ഒരിക്കലും തള്ളിക്കളയാനൊന്നും പറ്റില്ല. പക്ഷേ അത് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. അത് പക്ഷെ എന്താ വെച്ചാൽ പാരന്റ്സ് എപ്പോഴും അതൊരു, നമുക്ക് എത്ര മക്കളെ വിശ്വാസം ഉണ്ടെങ്കിലും ഒന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കുട്ടികളെ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം ഞാൻ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ പോയി അത് അവര് ആ ഒരു ഏജ് വരെ പാരന്റ്സിന്റെ ഒരു എന്താ പറയാ ഒരു മോണിറ്ററിങ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വലിയ ഇഷ്യൂസ് വരില്ല. ഈവൻ മോഡലിംഗ് ആയാലും ഏത് ഫീൽഡിലായാലും ശരി, ഇങ്ങനെ അപ്പം കുട്ടികൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ നമുക്ക് നിർത്താക്കാനും പറ്റും. അല്ല, അത് ശരിയാണ് പറഞ്ഞത്. ഇപ്പൊ ഷിമി മാഡം പറഞ്ഞൊരു കാര്യം വെച്ചു, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പാരൻസും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. യെസ്, അതെ. ഞാൻ ഈ പല ഷോകളിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, അവർ കണ്ണടച്ച് വിടുന്ന പോലെ തോന്നിയിട്ടുള്ളത്. യെസ്, പല പാരന്റ്സും അമ്മമാര് കണ്ണടയ്ക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും തന്നെ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഫീലിങ്സ് അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു കൊച്ചു കുഞ്ഞാണ്, പക്ഷെ അവളത് കണ്ടു വളർന്ന് കഴിയുമ്പോഴത്തേക്ക് എന്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അത് നമ്മുടെ നമ്മള് കാണുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നാണ് ഇന്നത്തെ ജനറേഷൻ ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മൾ ഇന്നത്തെ ജനറേഷനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് കുറെ കണ്ണടച്ചിട്ടാണ് കുട്ടികൾ ഒന്ന് മാറിപ്പോകുന്നത്. അത് കണ്ണടയ്ക്കാതെ എന്താ പറയാ, ഒരു പാരന്റിന് സ്വന്തം കുട്ടീനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെയാണ് ഇവിടെ വീഴ്ച? കുട്ടിയുടേതാണോ പാരന്റിൻ്റെതാണോ? അപ്പൊ എന്റെ മകനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ ഫെയിലിയർ ആണ് അവിടെ. തീർച്ചയായിട്ടും. അപ്പം അതിന് ഞാൻ വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കുട്ടികൾ മോഡലിംഗ് ഫീൽഡിലല്ല ഏത് ഫീൽഡിലേക്ക് വന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തലയിലേക്കാണ് എല്ലാ ഇഷ്യൂസും വരിക. അതാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പാരന്റ്സും തെറ്റുകാർ തന്നെയാണ്. അത് തീർച്ചയായിട്ടും. എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ഓഡിയൻസ് എടുക്കുക. അത് ഞാൻ എന്റെ പോയിന്റ് ഓഡിയൻസ് എടുക്കുന്നുള്ളതല്ല, ഇവിടെ നമ്മൾ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ മറ്റുള്ളവർ കഴിയാറില്ല എന്നുള്ളതാണ്. അവിടെയാണ് അത് തെറ്റിദ്ധാരണകൾ പടർത്തുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ ഷിമി മാമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? കാര്യങ്ങൾ മാത്രം. നമ്മൾ രണ്ടുപേരും ഒരേ ഫീൽഡ്, അറിയാവുന്ന ഫീൽഡിൽ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് ശരിക്ക് ഓരോ അക്കാഡമിയും അവരവരുടെ സാമ്പത്തികം മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ അതാണ് മനസ്സിലാക്കിയേക്കുന്നത്. അതായത് ആ കുട്ടിയെ ഒരു റാമ്പിൽ ഒരു പുതിയ കുട്ടി ഇറങ്ങുകയാണെങ്കിൽ 3000 തൊട്ട് 5000 7000 രൂപ ആവുന്ന മോഡലിംഗ് കമ്പനികളുണ്ട് ഇവിടെ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു മോഡലിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ബേസിക് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നോക്കുന്നില്ല. നമ്മളുടെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഫാഷൻ ഷോ, എനിക്കറിയാം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് മോഡലിംഗ് കമ്പനി നടത്തുന്നുണ്ട്. ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ അവരുടെ ഒരു കോളോ മെസ്സേജോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ തുറന്നു പറയാണ്, നമ്മളിവിടെ നടക്കുന്ന ഒരു മോഡലിംഗ് റാമ്പ് ആയാലും ശരി, ഒരു ബേസിക് ഒരു മോഡലിന് വേണ്ട ഒരു കാര്യങ്ങളും നോക്കാതെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 3000 അല്ലെങ്കിൽ ഒരു 5000 3 ഫോട്ടോ തരും, വീഡിയോ തരും, ഗ്രൂമിങ് തരും. ഈ ഒരു സംഭവമാണ് അവരവരെ പോസ്റ്റേഴ്സിൽ ഇറക്കുന്നത്. എന്നിട്ടാണ് കുട്ടികളെ ക്യാച്ച് ചെയ്യുന്നത്. കാരണം അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയിൽ നിന്നോ ഒരു 5000 കിട്ടിക്കഴിഞ്ഞാൽ ഒരു 15 കുട്ടികളെ ഇറക്കി കഴിഞ്ഞാൽ എത്ര എമൗണ്ട് അവർക്ക് കിട്ടി? ഒരു റാമ്പിന് നമ്മൾ സ്ലോട്ട് എടുക്കണമെങ്കിൽ 20 to 25,000 വരുന്നുള്ളൂ. ബാക്കി അവരുടെ പ്രോഫിറ്റ് ആണ്. ഈ ഡ്രസ്സ് ആയാലും മേക്കപ്പ് ആയാലും എല്ലാം കൊളാബായിട്ടാണ് ചെയ്യുന്നത്. അവിടെ അവർക്ക് പേയ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല, ഈവൻ ഫോട്ടോ വരെ. അപ്പൊ അത്രയും ലാഭം കിട്ടിയില്ലേ? സോ 15 എന്നൊക്കെ പറയുന്നത് ഏറ്റവും കുറവല്ലേ ശരിക്കും? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 15 പേരെന്നല്ല അവിടെ വന്നത്. 20ഉം 25ഉം ഇറക്കിയ മോഡലിംഗ് കമ്പനികൾ എനിക്കറിയാം. കാരണം റാമ്പിൽ പിള്ളേർക്ക് നിൽക്കാനുള്ള സ്പേസ് ഇല്ലാതെ ഇറക്കിയിട്ട് പേയ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള മോഡലിംഗ് കമ്പനികൾ നമ്മളെ ഇവിടെ ഉണ്ട്. ബട്ട് ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ അവിടുത്തെ മോഡലിംഗ് ഇത് വളരെ സ്റ്റാൻഡേർഡ് ആണ്. അങ്ങനെ വേണം ശരിക്കും നമ്മളുടെ ഇവിടെയും. അല്ല, ഞാനിപ്പോ എൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് പറയാം. ഷോ നടക്കുന്ന റാമ്പിന്റെ പുറകിൽ സ്റ്റേജിൽ സ്പേസ് ഇല്ല നിൽക്കാൻ. അതെ, യെസ്, മനസ്സിലാവണ്ട, തിങ്ങിട്ടാ നിൽക്കുക, നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ അകത്ത് കയറുന്ന ഒരു ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്നിടത്ത് പോലും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ ആലോചിച്ചു, ഇവര് എന്ത് കോർഡിനേറ്റേഴ്സ് ആണത്? ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അത് വെറും പൈസ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടാണോ പോകേണ്ടത്? ബാംഗ്ലൂര്, ബോംബെയിലൊക്കെ നടക്കുന്ന ഫാഷൻ ഷോസും നമ്മളവിടെ നടക്കുന്ന ഫാഷൻ ഷോസും എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതിനർത്ഥം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എന്ന് വെച്ചാൽ ഒരു തടിയുള്ള ആള് അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് റാമ്പിൽ ഇറങ്ങണ്ട എന്നല്ല. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഓരോന്നിനും ഓരോ കാറ്റഗറീസ് ഉണ്ട്. സോ അതിനനുസരിച്ചിട്ട് നമ്മളൊരു ഷോ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കാണുന്നവർക്കും ഒരു ഭംഗി തോന്നും. ഒരു രസകരമായിട്ടൊരു സംഗതി ഞാൻ പറയാം. ഇത് പറഞ്ഞോട് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ആരാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. റാമ്പിൽ ഒരു പയ്യൻ ഇറങ്ങിയേക്കണേ, മേ ബി ഫ്രം കാലിക്കറ്റൂർ, മലപ്പുറം. പയ്യൻ റാമ്പിൽ അവൻ ഇറങ്ങിയിട്ട് വാക്ക് ചെയ്യുന്നുണ്ട്, അവന് പേരുണ്ട്,
ഈ ചെക്കൻ പറഞ്ഞ വരവ് എനിക്ക് സത്യം ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ആ റാമ്പ് ഒരു ഫാഷൻ ഷോ നടക്കുന്ന ഓരോരോ ടീമുകളാണ് നടത്തുന്നത്. ഇത് ഇവനെ നോക്കുന്ന ടീം ഇത് കാണുന്നില്ലേ? ഒരു മാനേഴ്സ് എന്ന് പറയുന്ന അവൻ റാമ്പിൽ ഇറങ്ങിക്കുന്നു. അവൻ അവന്റെ ഇതിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തായാലും ഞാൻ ഇറങ്ങിയിട്ടൊന്നുമില്ല, എനിക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും പറ്റൂല. മര്യാദയാണോ അത്? ഒരിക്കലല്ല. അപ്പൊ ഇവനിക്ക് ആ റാമ്പിൽ ഇറങ്ങുന്ന ആ പയ്യന്റെ ഒരു ടീം ലീഡർ ഉണ്ടാവൂലേ? അവരെന്തുകൊണ്ട് അത് പറയുന്നില്ല? അവനൊരു വട്ടം വന്ന് പോയി, ഓക്കെ, അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് പറയാം. ഈ റാമ്പിൽ ഇറങ്ങുന്ന ടീമുകളോ അതിന്റെ കോച്ചോ ആരെങ്കിലും ഇത് കാണുമ്പോൾ പറഞ്ഞു കൊടുക്കട്ടെ. കാരണം അവന്റെ കയ്യിൽ നിന്നും ഇവിടെ റാമ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് 5,000 7,000 3,000 ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും. അതിനെ എങ്ങനെ നമ്മൾ കൂടുതൽ അവരെ പ്രഷർ ചെയ്യും, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. എനിക്കത് ഭയങ്കര മോശം. ഒരു പയ്യനാണ്, എനിക്ക് ഭയങ്കര സത്യം, അവന്റെ പാരന്റ്സും ഉണ്ട്, പക്ഷെ അവനിങ്ങനെ അതായത് ആ കുട്ടിയുടെ കണക്ക് അങ്ങനെ നടക്കുന്നത് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ആ. അതാണ് ഒരു പക്ഷെ ആ കുട്ടിയുടെ മൈൻഡിൽ അതായിരിക്കും. ഞാനിങ്ങനെ നടക്കുമ്പോൾ താഴെ കുറെ പെൺപിള്ളേർ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡായിട്ട് നടക്കുന്നു എന്ന് തോന്നുന്നു. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ബൈ പ്രൊഫഷനായിട്ട് നോക്കുമ്പോൾ അതൊരിക്കലും ശരിയുള്ള കാര്യമല്ല. ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രഷർ കയറി ഇങ്ങനെ പറയും, അത് ചിലപ്പോൾ മോഡലിംഗ് എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്ക് തന്നെ ഒരു മോശ പേരിലേക്ക് പോവാം. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല, നല്ലവരും നടത്തുന്നുണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്, ഓവർ ക്രൗഡും ഇല്ല, അത്യാവശ്യം ടീമുകൾ വെച്ച്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമുണ്ട്, എനിക്ക് അന്ന് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് അവിടെ നിന്ന് കിട്ടി. അവിടുന്ന് അത്രയും ദേഷ്യപ്പെട്ട് എൻ്റെ കുഞ്ഞിനെയും വിളിച്ചിട്ട് ഇറങ്ങേണ്ടി വന്നൊരവസ്ഥ വന്നു. അപ്പൊ അത് നിൽക്കാൻ പോലും സ്ഥലമില്ല, അതിനുള്ള ഫെസിലിറ്റീസ് കൊടുത്തിട്ടില്ല. ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ചെറിയ കുട്ടികള് അവർ 9 മണിക്കെല്ലാം നിന്നിട്ട് ഇരിക്കാൻ പോലും ചെയറോ ഒന്നുമില്ല, അവര് നിലത്തിരിക്കണേ ഡ്രസ് ഇട്ടുകൊണ്ടിട്ട് അവരെ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരിക്കലും കറക്റ്റ് സമയത്ത് തുടങ്ങാറില്ല. അത് ഭയങ്കര അതിന്റെ ഒരു പ്ലസ് ആണോ നെഗറ്റീവ് ആണോ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നി മലയാള തനിമയുള്ള ഇത് മാത്രമുള്ളൂ തോന്നി. ഇങ്ങനെ കറക്റ്റ് ടൈമിങ് പഞ്ച്വാലിറ്റി എന്ന് പറയാനായിട്ട് ടൈമിങ്ങിന്റെ ഒന്നും എനിക്ക് തോന്നുന്നില്ല പ്രശ്നം. ചിലപ്പോൾ മേ ബി അതും ഇല്ല, എന്തറിയാമോ, 10 ടീം എന്ന് പറഞ്ഞ് ഇവര് കൊണ്ടുവരുന്ന 25 ടീമിനാണ്. അവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്. ഇവരൊരു 10 15 ടീം വെച്ചിട്ടുണ്ട്, ഇതെല്ലാം കറക്റ്റായിട്ട് നടന്നു പോകും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ മണി മോട്ടീവാണ് എല്ലാവരുടെയും പിന്നിൽ. കാരണം എല്ലാം ബിസിനസ് ആണ് ഇന്ന്. ബിസിനസ് അല്ലാതെ ഒരു പാഷന്റെ പുറത്ത് ആരും ഒരു ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. സിനിമയിൽ ഇത് തന്നെയാണല്ലോ സിനിമ എന്നും പറയുന്നത്. തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട വേറെ ഒന്നുമല്ല, ഇതിന്റെ വേറൊരു പാറ്റേൺ. അപ്പൊ ഞാൻ ചോദിക്കുന്നു, സിനിമയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് എന്തായാലും അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളുടെ മക്കട്ട് കയറേണ്ട ആളും വന്നിട്ടില്ല. നാം ഉറക്കത്തെ പൊക്കം വെച്ചുകൊണ്ട് ആരും പേടിച്ചിട്ടായിരിക്കും. പക്ഷെ അപ്പോ അങ്ങനെ പക്ഷെ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് നിങ്ങളുടെ കൺമുന്നിലൂടെ കടന്ന് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമായാലും ശരി, വളരെ നല്ല ടീമാണ്. മീൻസ് ഭയങ്കര നമുക്ക് ഫ്രണ്ട്ലി ആണ്. അവിടെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അത് പറ്റില്ല സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ഓക്കെ എങ്ങനെയാണ് പറ്റുക ആ രീതിയിൽ എന്ന് വെച്ചാൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഡയറക്ടേഴ്സാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ലെക്കായിരുന്നു അങ്ങനെ ഒരു ടീമിനെ കിട്ടുക. ഞാൻ കേട്ടിട്ടുണ്ട് ചില പകുതി ഡയറക്ടേഴ്സും ഭയങ്കര ദേഷ്യമായിരിക്കും, ഷൗട്ട് ചെയ്യും. പക്ഷേ അങ്ങനെയൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ആകെ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ എനിക്കൊരു കൊള്ളത്തുനിന്ന് മുങ്ങി എണീക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി സൈനു സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് നീന്തൽ അറിയില്ല, എനിക്ക് വെള്ളത്തിൽ മുങ്ങൽ പോലും അറിയില്ല, പേടിയാണ്, അലർജി എന്നെ പേടിയാണ്. അച്ഛന് ബലിയിടാൻ പോകുമ്പോൾ തന്നെ തിരുനെല്ലി, ഞാൻ എല്ലാ വർഷവും അച്ഛന് ബലിയിടാൻ തിരുനെല്ലി പോവാറുണ്ട്. അപ്പോഴും അവിടെ മുങ്ങാറില്ല, ഞാൻ മഗ്ഗായിട്ട് പോയിട്ട് തലയിൽ കൂടെ മുക്കിപ്പോയി. എനിക്ക് അത്ര പോലും പേടിയാണ് വെള്ളത്തിലോട്ട് മുങ്ങാൻ. അപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമില്ല, പറ്റും, ഞാൻ ചെറിയ കുളമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിന്റെ ദിവസം രാവിലെ 5:30 അവിടെ എത്തുമ്പോൾ വലിയ കുളം കണ്ടതോടുകൂടി എൻ്റെ പകുതി ജീവൻ പോയിട്ടുണ്ട്. ഞാൻ ഗുരുവായൂർ വെച്ചിട്ട് ചാവക്കാട് പോയിട്ട് സർ ഇതാണോ ചെറിയ കുളം? ഇതിന് ആഴം കുറവാന്ന്. എന്താ ആഴം കുറവ്? വലിയ കുളം എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര വലിയ കുളം. എന്നെ ഒരു 10 പ്രാവശ്യം സാറ് മുങ്ങി പഠിപ്പിച്ചു ആദ്യം. ഞാൻ ആദ്യം പറഞ്ഞു, ക്യാമറന്റെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇതൊരു 3-4 ടേക്കൊന്നും ആയിരിക്കില്ല കേട്ടോ പോണ്ടി വരിക. കാരണം അതുവരെ എന്നെ കൊണ്ട് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. സെക്കൻഡ് ടേക്കിലൊക്കെ ഞാൻ ഓക്കെ പോയിട്ടുണ്ട്.
അപ്പൊ എന്ന് വെച്ചാൽ സാറ് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, നീ ആദ്യം മുങ്ങി പഠിക്ക്. എനിക്കൊന്ന് ഞാനൊരു പുലർച്ചെ 5:30 തുടങ്ങിയ മുങ്ങല് ഒരു 10 മണി വരെ ഇരുന്ന് മുങ്ങിയിട്ടുണ്ട്. ഉം. അപ്പത്തേക്കാണ് ആ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളത്. മുങ്ങിയിട്ട് അവസാനം ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ചുവന്ന കളറായിരുന്നു. ഫുൾ റെഡ് കളർ എൻ്റെ ഫേസ് മുഴുവൻ ഉണ്ടായിരുന്നത്. മേക്കപ്പിന്റെ ആവശ്യം വേണ്ടി വന്നില്ല. മേക്കപ്പ് പോയിട്ട് ഒന്നിന്റെ ആവശ്യം വന്നില്ലായിരുന്നു. പക്ഷെ സാറ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. സാറ് ടെൻഷൻ ആവണ്ട ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു. കാല് വരച്ചിട്ടാന്ന് തോന്നുന്നു 3-4 പ്രാവശ്യം ഞാൻ ശരിക്കും വെള്ളത്തിൽ മുങ്ങി. സാറിന്റെ ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദറാണോ വന്നിട്ട് പിടിച്ച് കയറ്റിയത്. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഒന്ന് വെള്ളത്തിൽ താന്നിരിക്കോ, ഞാൻ മുങ്ങുമ്പോൾ അഥവാ മുങ്ങി പോവുകയാണെങ്കിൽ ഒന്ന് പൊന്തിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇത് മാത്രമാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സൈനു സാറിന് ബുദ്ധിമുട്ട്. സാറ് പറഞ്ഞത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാ, പക്ഷെ എനിക്കറിയാം കുറെ ടൈം ആ സമയത്ത് പോക്കിയിട്ടുണ്ട്. ഞാൻ 5:30 തുടങ്ങിയ സംഭവം ഞാൻ 10 മണി വരെ മുങ്ങി തീർത്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമായിരുന്നു, അച്ഛനെ കുറിച്ച് ചോദിക്കണമെന്നുള്ളത്. അച്ഛൻ CA ആയിരുന്നു, മലപ്പുറം സർക്കിളിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. റിട്ടയർ ചെയ്ത്. എത്ര വർഷം പുള്ളി പോലീസ് ഓഫീസറായിട്ട്? ഞാൻ ഓർമ്മ വെക്കുന്ന കാലത്ത് അച്ഛൻ ASI ആയിരുന്നു. ഓക്കെ. അതിനുശേഷം CA ആയിട്ടാണ് അച്ഛൻ റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മലപ്പുറത്താണ് ചെയ്തത്? യെസ്, മലപ്പുറം സർക്കിളിൽ തന്നെയാണ് റിട്ടയർ ചെയ്തത്. മലപ്പുറത്ത് ആദ്യമായിട്ട് ഒരാളാണ് 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റേഷനിൽ SI ആയിട്ട് ഇരുന്നത്. അതെന്റെ ഫാദറാണ്. ആ ഒരു ഇത് പിന്നെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം CA. യെസ്, അതിനുശേഷം CA എന്നിട്ട് റിട്ടയർ ചെയ്തു. അപ്പൊ ഒരു പോലീസുകാരന്റെ മകൾ. യെസ്, പോലീസ് ഫാമിലി. എന്റെ അമ്മയുടെ അച്ഛൻ പോലീസിലായിരുന്നു. അമ്മയുടെ ഏട്ടൻ പോലീസിൽ നിന്ന് SI ആയിട്ട് റിട്ടയർ ചെയ്താണ്. എന്റെ കസിൻ ബ്രദേഴ്സ് ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഏത് കോളേജിലായിരുന്നു? ഞാന് മലപ്പുറം മുണ്ടുപറമ്പ് ഗവൺമെന്റ് കോളേജിലും PSMO ഏതെങ്കിലും ഒരു ഈച്ച നിങ്ങളുടെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ആരോ വന്നു. എങ്ങനെ ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട്. വരുമ്പോ മൊത്തം പോലീസ്, ഈച്ചവരും വരാൻ പേടി. അല്ല, ഇപ്പത്തെ കുട്ടികൾ ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ മോനോടും പറയാറുണ്ട്, എനിക്ക് എന്റെ കോളേജ് ലൈഫ് ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു. കാരണം അച്ഛൻ പോലീസ് ജീപ്പ് കൊണ്ടാക്കും, അച്ഛൻ വന്ന് തിരിച്ചു കൂട്ടി കൊണ്ടുവരും. ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രേമിക്കാൻ പോലും ഒരു ഗ്യാപ്പ് അച്ഛൻ തന്നില്ല. നല്ലൊരു ത്രെഡാണ് ട്ടാ ഇപ്പൊ വന്നേക്കുന്നത്. കാരണം അച്ഛൻ പോലീസ്, പിന്നെ ആരെങ്കിലും കുടുംബം മൊത്തം ആരെങ്കിലും ആവട്ടെ, കുടുംബം മൊത്തം പോലീസ്. നല്ലൊരു സംഭവമാണ്. പിന്നെ ആര് പുറകെ നടക്കാൻ. എനിക്കൊന്ന് പ്രേമിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ആരും നോക്കിയില്ല. കാരണം നമ്മുടെ ഇവിടെ മാതിരിയല്ല, മലപ്പുറം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു റിസർവ്ഡ് ഏരിയ ആണ്. സോ അപ്പൊ ഒരു CAയുടെ മകളെ പ്രേമിക്കുക അതെന്തായാലും ആരും ചെയ്യൂലല്ലോ. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, എന്നെ ആരെങ്കിലും ഒന്ന് നോക്കണ്ടേ. ആരും നോക്കിയിട്ടില്ലായിരുന്നു. അത് ഭയങ്കര. അച്ഛൻ നല്ല ഉള്ള സമയത്ത് തന്നെയായിരുന്നോ നിങ്ങൾ കോഴിക്കോട്ടേക്ക് മാറിയത്? അച്ഛൻ റിട്ടയർ ചെയ്തപ്പോഴാണ് നാട്ടിലോട്ട് കോഴിക്കോട് സെറ്റിലായി അല്ലേ? അച്ഛൻ മരിച്ചിട്ടിപ്പോ? അച്ഛൻ ഇപ്പൊ മരിച്ചിട്ട് 12 വർഷമാവാനായി. അമ്മ ഉണ്ട്. ഇവിടെ നാട്ടിലുണ്ട്? എങ്ങനെ നിങ്ങളുടെ കൂടെയാണോ? യെസ്, എന്റെ കൂടെയാണ്. ഓ ശരി, ഓക്കെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ്, പോലീസ് ഓഫീസർ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴോ അങ്ങനെ ദേഷ്യപ്പെടേണ്ട, ഞാൻ ഇതായിട്ട് വ്യക്തി ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ എന്റെ ലൈഫിൽ കണ്ട ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. മരിക്കുന്നത് വരെ എനിക്കൊരു ബ്രദറുണ്ട്. എന്നോ എന്റെ ഏട്ടനോ അച്ഛൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഞങ്ങളെന്നല്ല, ഈവൻ പോലീസുകാരെന്നെ പറയേണ്ട ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും. എന്റെ അച്ഛൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പേപ്പറിലെല്ലാം ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പോലും അവർ മെൻഷൻ ചെയ്തതാ, ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു ക്യാരക്ടർ അല്ലായിരുന്നു അച്ഛൻ. അച്ഛൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ അടിക്കുകയാണെങ്കിൽ അച്ഛന് അത് ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഉപദേശിച്ച് നന്നാക്കാനായിരുന്നു എൻ്റെ അച്ഛൻ മാക്സിമം നോക്കുക. അച്ഛൻ ഒരിക്കൽ പോലും ഞാൻ ഒരാളോട് വച്ചിട്ടിട്ട് കണ്ടിട്ടില്ല. ഈവൻ അമ്മയുടെ അടുത്തായാൽ പോലും, എൻ്റെ അടുത്തോ ഏട്ടൻ്റെ അടുത്തോ ആരെടുത്തോ ഒരു ഷൗട്ട് ചെയ്തിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഒരു ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അച്ഛൻ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇനി അങ്ങോട്ടും എനിക്ക് തോന്നില്ല അങ്ങനത്തെ ഒരു ആ ഒരു ക്യാരക്ടറുള്ള ഒരാളെ കാണുന്നുള്ളത്. ഓക്കെ. ഒരു 19 വയസ്സുകാരൻ്റെ അമ്മയാണെന്ന് കണ്ടാ പറയില്ല. താങ്ക് യു. ഓക്കെ. ഇപ്പോൾ വേറെ ജോബൊന്നുമില്ല, വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, വേറെ ജോലി ഒന്നും ചെയ്യുന്നില്ല. മോഡലിംഗ് ഇപ്പോഴും അവസരം കിട്ടിയാൽ ചെയ്യുന്നുണ്ട്? മോഡലിംഗ് ഇപ്പം പൊതുവെ കുറച്ചിട്ടുണ്ട്, എന്നാലും റാമ്പിൽ ഇറങ്ങല് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അല്ലാതെ ആഡ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിനിമയുണ്ട്. ഈ 3 മേഖലയിലും ഉണ്ടെന്ന് തന്നെ പറയാം. എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു? മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സപ്പോർട്ട് അമ്മയുടെ സൈഡിൽ നിന്നുണ്ട്. കാരണം ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ മകൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ് ചെയ്യുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്നെക്കാട്ടും ഭയങ്കര മെച്ചുവേർഡ് ആയ ഒരു മകനാണ് എനിക്കുള്ളത്. അത് നല്ല കാര്യം. അത് കാരണം അതെന്ന് വെച്ചിട്ട് ദൈവത്തിന് നന്ദി യെസ് അത് വളരെ വലിയൊരു അനുഗ്രഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാനില്ലെങ്കിൽ അവൻ മാനേജ് ചെയ്തോളും എല്ലാ കാര്യങ്ങളും. മീൻസ് ആള് അത്രയ്ക്കും കേപ്പബിൾ ആണ്. മേ ബി സിംഗിൾ മദർ ആയതുകൊണ്ടായിരിക്കാം, കാരണം അവൻ ചെറുപ്പം മുതൽക്കേ അത് കണ്ടു വന്നതുകൊണ്ടായിരിക്കണം അവൻ കുറച്ചും കൂടി എനിക്കൊന്ന് മെച്ചുവേർഡ് ആയിട്ടുള്ളത് എന്ന് തോന്നുന്നത്. ഇപ്പൊ എവിടെയും ഞാൻ പോവുകയാണെങ്കിൽ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ അത് അവൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് അവനുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രോബ്ലം ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതും ഒരു പരിധിവരെ അഡ്ജസ്റ്റ് അമ്മ എന്ന് പറയുന്ന Yes, അതെ. രണ്ടക്ഷരമുള്ളത് കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ അമ്മ എന്ന രണ്ടാമത്തെ മകൻ കുറച്ച് എന്നെക്കാട്ടും മെച്ചുവേർഡ് എന്നിട്ട് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ ആ ഒരു ഇത് എത്ര ദിവസം ഇപ്പോ ഷൂട്ട് എന്ന് പറയുന്ന ഒരു പീരീഡിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്? 10 days 15 days എല്ലാം മാറി നിൽക്കാറുണ്ട്. എടുക്ക് വരും. ബട്ട് എന്നാലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1 day ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് പോകും. പോവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേനെയും മോനെയും ഒന്ന് കണ്ടിട്ട് പോവാം. എനിക്ക് പിന്നെ കുറെ പെറ്റ്സ് ഉണ്ട്. സോ അവരെല്ലാം ഒന്ന് കാണണം. കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞാൻ ഒരു ദിവസമായാലും ശരി ആ ഒരു ദിവസത്തിന് ഞാൻ ട്രാവൽ ചെയ്ത് വന്ന് പോകും. ഓക്കെ, നെക്സ്റ്റ് മൂവി ഇപ്പൊ കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്നത്, മൂവിയിലേക്ക് തന്നെ തിരിച്ചു വരാം നമുക്ക്. യെസ്, നെക്സ്റ്റ് മൂവി കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോ ഏതാണ്? ഇപ്പം കമ്മിറ്റ് ചെയ്തത് നമോയോഗി എന്ന് പറഞ്ഞൊരു മൂവിയും അതുപോലെ ഷൂട്ട് പിന്നെ ഒരു അഗ്നിമുഖം എന്ന് പറഞ്ഞൊരു മലയാളത്തിലൊരു മൂവി വരുന്നുണ്ട്. അത് അതൊരു horror സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇല്ല, അതൊരു ഹൊറർ ത്രില്ലറാണ്. അതും ഇപ്പം ഈ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. ഹൊറർ ത്രില്ലറാണോ? യെസ്, തുടങ്ങിയിട്ടില്ല. ഇല്ല. അപ്പൊ അതിന്റെ അകത്ത് പിന്നെ മേക്കപ്പ് ഒന്നും വേണ്ടി വരില്ല. ഇപ്പഴേ തീരുമാനിച്ച് കോസ്റ്റ് തന്നെ ആക്കിയിട്ട് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. പൂജ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് ശരിക്കും ഈ മന്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് അപ്പത്തേക്കും നമ്മുടെ മഴയുടെ ഒരു പ്രോബ്ലം അതുണ്ടായിരുന്നു. സെപ്റ്റംബറിലോട്ട് പോസ്റ്റ്പോൺ ആയി പോയി. അത് അത് കൂടാതെ വേറെ എന്തെങ്കിലും സംസാരിച്ച് പറഞ്ഞു? യെസ്, ഒരു തമിഴ് മൂവിയും കൂടി ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. അതും ഇതേമാതിരി ഒക്ടോബറിലോട്ടാണ് അതിന്റെ ഷൂട്ട്. അപ്പൊ ഒരുപാട് പ്രൊജക്ടുകൾ എല്ലാം വരുന്നുണ്ട്. എല്ലാം എന്താ പറയാ മലയാളം ഒഴികെ അവർ ബാക്കി ബാങ്കിലെ ജോലി വിട്ടിട്ട് അത് വേണ്ട എന്ന് വെച്ചതിന് ശേഷം എന്തെങ്കിലും റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു? ഒരിക്കലും ഇല്ല. സത്യമായിട്ടും ഇല്ല. ഞാന് അറിയുന്ന എല്ലാവരോടും പറയാം, ബാങ്കിലെ ജോലി പോവേ ചെയ്യരുത്. നിങ്ങൾ വേറെ എന്ത് ജോലിക്കും പോയിക്കോ, കാരണം ഹെവി പ്രഷറാണത്. ഞാനൊരു ഡോക്ടർ ആ. ഒരു ഹോസ്പിറ്റൽ, പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റൽ, ഞാൻ പേര് പറയുന്നില്ല, എറണാകുളം സിറ്റിക്കകത്തുള്ള, അവിടുത്തെ ഡോക്ടറായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ കാര്യമുണ്ട്. ഞങ്ങൾ എല്ലാ ഡോക്ടർമാർക്കും ടാർഗറ്റ് ഉണ്ട്. നല്ല ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു പുതിയ ടീം എടുത്തു, അവർക്ക് ടാർഗറ്റ് ഇല്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പം ഇനി അവരെപ്പോൾ തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ഇതുവരെ ഞങ്ങൾ പഴയ ഹോസ്പിറ്റലായിരുന്നപ്പോൾ, പഴയ മാനേജ്മെൻ്റ് ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രഷറായിരുന്നു. ഞങ്ങൾക്ക് ഇത്ര ഒരു ദിവസം ഇത്ര വേണം. അത് തന്നെയാണ് ബാങ്കിലെ സ്ഥിതി. രാവിലെ ആവുമ്പം നമ്മൾ ചെല്ലുമ്പം ഇത്ര SBI അക്കൗണ്ട്, ഇത്ര കറണ്ട് അക്കൗണ്ട്, FD, ഇത് നമ്മൾ എവിടെ പോയിട്ടുണ്ടാക്കും? കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഒരുപാടുണ്ട്. അപ്പം എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ കുറച്ചേ ഉള്ളൂ. നമ്മളുടെ ഫോക്കസ് മുഴുവൻ ഫിനാൻഷ്യലി കുറച്ച് സൗണ്ടായ ആൾക്കാരാണ്. അവർ എത്ര ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും? പറ്റില്ല. നമുക്ക് എത്ര കാല് പിടിക്കാൻ പറ്റും? പലപ്പോഴും എനിക്ക് ബാങ്കിലോട്ട് പൈസ ചോദിക്കുമ്പോൾ പേഴ്സണലി ഞാൻ കടം ചോദിക്കുന്ന ഫീലിങ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. സർ, ഒരു 5 ലക്ഷം തരുമോ, ഒരു 10 ലക്ഷം തരുമോ, കുറച്ച് ഒരു മാസം ബാങ്കിൽ ഇട്ടാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞാനത് എല്ലാവരും പറഞ്ഞ, വേറെ ഏത് പ്രൊഫഷൻ പോയാലും ബാങ്കിങ് ഫീൽഡ് ഒരിക്കലും പോകരുത്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി പ്രഷറാണത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ന്യൂജൻ ബാങ്കിനാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ പ്രഷർ. കാരണം അവിടെ അസോസിയേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കിയുള്ള ബാങ്കിലെല്ലാം അസോസിയേഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പരിധിക്ക് അപ്പുറം നമുക്കൊരു പ്രഷർ അവർ തരില്ല. ന്യൂജൻ ബാങ്കിൽ അങ്ങനെയല്ല വരുന്നത്. നല്ല ഹെവി പ്രഷറാണ്. ആർട്ടിസ്റ്റ്, ആക്ട്രസ്, ഇതൊക്കെ നിങ്ങളുടെ ഒരു പാഷൻ, അതിൻ്റെ പുറകിൽ പോകുന്നു. ദെൻ നെക്സ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇതിന് കൂടെ എന്തെങ്കിലും ബിസിനസ് കൂടെ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ? ഞാനിപ്പം റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ
അവരുടെ ബിസിനസിന്റെ കാര്യങ്ങളിലെ അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം ഇപ്പം നോക്കുന്നുണ്ട്. ആള് എബ്രോഡാണ്. അപ്പം അവരുടെ ബിസിനസിന്റെ കാര്യങ്ങൾ ഇപ്പം ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്ലാനിങ് ഒരു പ്ലാനിങ്ങും ഒന്നും വെക്കാറില്ല. ഈ ഒരു സ്പോട്ടിൽ എന്താണോ ആ സ്പോട്ടിൽ ജീവിക്കുക, അതാണ് എൻ്റെ. ജീവിതം ഇങ്ങനെ പോകുന്നു. അതെങ്ങനെ കാരണം സ്മൂത്ത് ആയിട്ട് നമ്മള് ഓടിക്കൊണ്ടു പ്രീ പ്ലാൻഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടും മുകളിലിരിക്കുന്ന ഈശ്വരൻ ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അത് അതേ നടക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടൊന്നും കാര്യമില്ല. പിന്നെ പറയാൻ നമുക്ക് എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ പറയാം ഒരുപാട് സ്വപ്നം കണ്ടു കഴിഞ്ഞാലാണ് കുറച്ചൊക്കെ കിട്ടാന്നുള്ളത്. പക്ഷെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ രീതിയിലോട്ടല്ലായിരുന്നു ഒരിക്കലും എൻ്റെ ലൈഫ് പോയിട്ടുള്ളത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോയത്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ആഗ്രഹിക്കാറില്ല. ഇപ്പം എന്താ വെച്ചാൽ ഓരോ ദിവസം ഇന്ന് എന്താണോ ഈ അറ്റ് ദ മൊമെന്റ് ജീവിക്കുക, അത് മാത്രമേ ഇപ്പം ഞാൻ നോക്കാറുള്ളൂ. ഓക്കെ. അപ്പൊ അമ്മ ഒരു ആർട്ടിസ്റ്റായിട്ട് വരുന്നു. മകനിപ്പോ 19 വയസ്സായി. ചെറിയ വലിയ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടോ? നടനാകണമെന്നോ പുള്ളിക്ക് അങ്ങനെ വല്ലതും ഉണ്ടാ മനസ്സിൽ? അവന് അങ്ങനത്തെ ആഗ്രഹം പോയിട്ട് കലയായിട്ട് എന്തല്ല, അവന്റെ ക്രേസ് മുഴുവൻ വരുന്നത് ബസ്സിലാണ്. ആ. അവനിപ്പോ ഞാൻ BSc നഴ്സിംഗിനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അപ്പോഴും എന്നോട് പറഞ്ഞത്, ഞാൻ പഠിച്ച് പുറത്ത് പോയി കുറച്ച് പൈസ ഉണ്ടാക്കി വരും, അത് കഴിഞ്ഞ് ഞാനൊരു ബസ് വാങ്ങും. ഈശോ എന്തിന്, എല്ലാം കൂടി എടുത്ത് കുത്തുപോലെ എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഡ്രീമാണ് ബസ്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ക്രേസ് ആണ്. എനിക്കറിയാം. കലയോടൊന്നല്ല, ഈവൻ എൻ്റെ ഒരു ഷൂട്ട് നടക്കുകയാണെങ്കിൽ ആള് വരും കാറിലിരിക്കും, അല്ലെങ്കിൽ തിരിഞ്ഞിങ്ങനെ നിൽക്കും, ഒന്നും ഈ സൈഡിൽ നടക്കുന്നത് എനിക്ക് കാണണ്ടാന്നുള്ള രീതിയിൽ. കാരണം അവന് ചിരിയാ വരിക. അതുകൊണ്ട് കല പോയിട്ടൊന്നുമില്ല. ആകെ ആൾക്ക് താല്പര്യം ബസ്സിനോടാണ്. ബസ്സിനോട് മാത്രമേ. അതെ, ബസ്സിനോട് ഭയങ്കര ക്രേസ് ആണ്. മഴ കൊള്ളാണ്ട് ഒരുപാട് പേർക്ക് പോകാമല്ലോ. കാറിലൊക്കെ ഒരു 5-6 പേരിക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അല്ല, നമ്മുടെ അതിലൂടെ ഓടുന്ന ഒരു ബസ് നന്നായി, ബസ്സായത് നന്നായി. വല്ല ട്രെയിൻ ആയിരുന്നെങ്കിലോ പെട്ടുപോയ. അല്ല, ഇതും വാങ്ങിയിട്ട് എനിക്കറിയാം ഒരുപാട് എന്താ ലോസ് വന്ന ആൾക്കാരെ എന്നോട് ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് ഒരു ബസ് വാങ്ങി തന്നൂടെ. ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെക്കാളൊക്കെ ഏജ് കൂടുതലുണ്ടായിരുന്ന വ്യക്തിയാണ്. പുള്ളി KCBയിൽ ജോലിയായിരുന്നു. KCB ആലോചിച്ച് നോക്കൂ. പുള്ളിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. എന്നറിയാമോ? ജോലിക്ക് പോകില്ല, കണ്ടക്ടറായിട്ട് പോകും. ഞാൻ പേരൊന്നും പറയില്ല, ചിലപ്പോൾ ഇനി അത് ഇതെങ്ങാനും കേൾക്കാൻ ഒരു വിധി ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു ഇൻസൾട്ടായിട്ട് തോന്നണ്ട. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം എനിവേ, അപ്പം മകന് കലയായിട്ട് നല്ല കാര്യം. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം, മീൻസ് കല എന്ന് പറയുന്നതായിട്ട് വല്ല ചേട്ടനോ അച്ഛനോ? എന്റെ ഏട്ടൻ നല്ലോണം പാടും. ഏട്ടൻ UK സെറ്റിൽഡ് ആണ്. ഏട്ടൻ അവിടെ സ്വന്തമായിട്ട് ബാൻഡ് ട്രൂപ്പ് കാര്യങ്ങൾ, ആൾ എഞ്ചിനീയർ ആണ്. ബട്ട് ഏട്ടനും മകനും ഏട്ടൻ നന്നായിട്ട് ഗിറ്റാർ പ്ലേ ചെയ്യും. അവര് സ്വന്തമായിട്ട് ബാൻഡ് ട്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഫീൽഡോട്ട് വരില്ല. കാരണം എൻ്റെ അച്ഛന് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണ് ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് കലാകാരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛനായിരുന്നു. മേ ബി ആയിരിക്കാം. കാരണം ഒരു കലാകാരനെ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ പറ്റുള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അച്ഛൻ അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്ന കൊണ്ടാണ് പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും, പോലീസുകാർ, നല്ല പോലീസുകാർ ബിരിയാണി വരെ മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ കള്ളന് ബിരിയാണി മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത്. ആ ഒരു മാതൃകാ സ്റ്റേഷനായിട്ട് മാറിയിട്ടുണ്ടാവും അദ്ദേഹം ഇരുന്നപ്പോൾ ആ സ്റ്റേഷൻ. അച്ഛൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അന്നത്തെ ഓൾമോസ്റ്റ് എല്ലാ പേപ്പറിലും അച്ഛനെ പറ്റിയൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും എഴുതിയതും ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ആർട്ടിക്കിൾ ഉണ്ട്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഹീറോ എൻ്റെ അച്ഛനാണ്. അതിൽ എഴുതിയിരിക്കുന്നത് പോലും അങ്ങനെയാണ്. ഒരിക്കലും ഇദ്ദേഹത്തിന് ഒരു പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടർ അല്ല, മറിച്ച് ഒരു മാഷൊക്കെയാണ്. വളരെ ഉപദേശിച്ച് എങ്ങനെ ഒരാളെ നന്നാക്കിയെടുക്കാം, ആ ഒരു ആംഗിളിലുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അവിടെ എനിക്ക് ഇട്ട് തന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹീറോ അച്ഛനാണെന്നുള്ളത് സത്യമായിട്ടൊരു കാര്യമാണ്. കാരണം ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഓരോരുത്തരുടെയും മക്കളുടെ ഫസ്റ്റ് ഹീറോ എന്ന് പറയുന്നത് അച്ഛനും ഹീറോയിൻ എന്ന് പറയുന്നത് അമ്മയുമാണ്. സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ ഹീറോയിനും എൻ്റെ അച്ഛനാണ്. ആ ഹീറോയിൻ എന്ന് പറയുന്ന തലത്തിൽ നിന്ന് ഇന്ന് സീറോയിലേക്കാണ് ഇന്നത്തെ പാരൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നപ്പോൾ ഒരു കോയിൻസിഡൻസ് അറിയാണ്ട് കയറി വന്നൊരു സംഭവമാണത്. ആ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇവർ മനസ്സിലാക്കുന്നില്ല. എൻ്റെ അച്ഛൻ്റെ, അതായത് എൻ്റെ ഹീറോ തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ തന്നെയാണ്.
100%. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഹീറോ എന്ന് പറയുന്നത് എൻ്റെ ഫാദർ തന്നെയാണ്. എനിക്കതേ സ്നേഹിക്കാനുള്ള ഒരു അവസരം തന്നില്ല. കാരണം പുള്ളി ഒരു 49 വയസ്സായപ്പോഴത്തേക്കും മരണപ്പെട്ടു. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ബൈക്കിൽ എൻ്റെ കൂടെ വന്ന് ഞാനന്ന് ഗൾഫിൽ നിന്ന് ലീവിൽ വന്നേക്കുന്ന ടൈമാണ്. സ്റ്റാർട്ടിങ് പോയ സമയത്ത് പുള്ളി വണ്ടിയിലിരുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പോഴും ഉണ്ട്. കാരണം ദേഷ്യപ്പെടും, എന്നാൽ തോളത്തായിട്ട് സംസാരിക്കുക, അങ്ങനത്തെ. പക്ഷെ എന്റെ അച്ഛൻ ദേഷ്യപ്പെട്ടില്ലായിരുന്നു. അത് ഞാൻ ദേഷ്യപ്പെടുന്ന അങ്ങനെ ഓക്കെ. മൂപ്പര് അങ്ങനെ റെയറായിട്ട് എന്ത് പുള്ളി എന്നെ തല്ലിയേക്കണം എന്താ വെച്ചിട്ട് 1-2 കാര്യങ്ങൾക്ക്. അതെന്തിനാണ് കടപ്പുറത്ത് പോയിട്ട് ഞാൻ കുളിച്ചതിനാണ് തല്ലി കിട്ടിയത്. അതിപ്പോൾ ഏത് തന്തണെങ്കിൽ തല്ലു. കാരണം നമ്മുടെ ഫാമിലിയിൽ ഒരാൾ ഓൾറെഡി വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുള്ളത് അപ്പോഴല്ലേ പോയിട്ട്. അതൊരു എനിക്കിപ്പോഴും നീന്താൻ അറിയില്ല, സത്യമായിട്ട്. ഇപ്പോൾ തന്നെ അപ്പൊ പഠിപ്പിച്ചിട്ടില്ല, പേടിച്ചിട്ടാ. ആ സമയത്ത് ഞാൻ കടപ്പുറത്ത് കടലിൽ പോയി കുളിച്ചെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് അവനെ വയറായിട്ട് കുറച്ച്, പക്ഷെ രാത്രി പൊറോട്ട ഇറച്ചിയും കിട്ടും. അങ്ങനെ ഒരു കാര്യമുണ്ട്, രാത്രി പൊറോട്ട ഇറച്ചിയും. അതിനു വേണ്ടി എനിക്ക് അങ്ങനെ അച്ഛനോട് നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാൻ പറ്റും. ഈവൻ ഞാൻ എൻ്റെ ഫാമിലി ലൈഫിലുള്ള ഒരു വളരെ മോശം സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അച്ഛന് വേണ്ടി സാക്രിഫൈസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. ബട്ട് അച്ഛൻ മരിച്ചു, നെക്സ്റ്റ് ഇയർ ഞാൻ ഡൈവോഴ്സ് ചെയ്തു. അത് നമ്മൾ നല്ല ടേംസ് തന്നെയായിരുന്നു നമ്മളന്ന് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ അതുവരെ ഞാൻ എന്താ വെച്ചാൽ അച്ഛനൊരു വിഷമം വരരുത്, കാരണം അച്ഛൻ സങ്കടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് തോന്നുന്നു എൻ്റെ പ്രശ്നം കണ്ടിട്ട് തന്നെയായിരുന്നു ആൾക്ക് അസുഖം വന്നു പോയിട്ടുണ്ടായിരുന്നത്. ടെൻഷൻ കൂടി പോയതായിരുന്നു അച്ഛന്. അതിൽ സത്യം പറഞ്ഞാൽ ഒരു കുറ്റബോധം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എന്താ ഫീൽഡിലേക്ക് പോകണ്ട. ഈ പറഞ്ഞ പോലെ എനിക്ക് വീണ്ടും ഒരു അഡ്വൈസ് ഇനിയുള്ള തലമുറയ്ക്കും അതേപോലെ തന്നെ പാരൻസിനും ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് അഡ്വൈസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് അവൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അവൻ ഒരു പെൺകുട്ടിയെ അവൻ നോക്കുകയാണെങ്കിൽ അവൻ എനിക്ക് പറഞ്ഞു, അമ്മ ഞാൻ ഇന്ന ആളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആള് ചേഞ്ച് ആവും. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് സ്ഥിരമാവുന്ന സമയത്ത് എന്നെ അറിയിക്കണം. കാരണം ഞാൻ പ്ലേ ക്ലാസ്സിൽ അവനെ കൊണ്ട് ചേർത്തിയ അന്ന് മുതൽക്ക് ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ്. സോ നമ്മൾ മക്കളുടെ ഫ്രണ്ട് ആവാൻ ശ്രമിക്കുക എപ്പോഴും. അങ്ങനെയാണെങ്കിൽ ഇവൻ അവരുടെ അടുത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് നമ്മളെ വിളിച്ച് പറയാനുള്ള ഒരു ധൈര്യം കിട്ടും. ഇപ്പം തന്നെ എൻ്റെ മകൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവനറിയാം ഞാൻ അവനെ ചീത്ത പറയുന്നാലും പബ്ലിക്കലി ഞാൻ അവനെ ഒരിക്കലും ചീത്ത പറയില്ല എന്നറിയാം. എന്തൊരു ഇഷ്യൂസ് ഞാൻ അവന് കൊടുത്തൊരു വാക്കാണത്. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ നിന്നെ അതിൽ നിന്ന് സേഫ് ആക്കും. പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് അവിടെ ഞാൻ സേഫ് ആക്കും. ആ ഒരു കോൺഫിഡൻസ് നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ മക്കൾക്ക് എന്താ വെച്ചാൽ നമ്മളോട് ഇന്നും തുറന്ന് പറയാം, നമ്മുടെ പാരൻസ് കൂടെ ഉണ്ടാവും. ഞാൻ കണ്ട് പല കുട്ടികളും പറയും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇല്ല വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കോ മനസ്സിലാവില്ല, അത് ചീത്ത പറയുന്നു. അതുകൊണ്ടാണ് പല കുട്ടികളും പലതും മറച്ചു വെക്കുന്നത്. ഇപ്പൊ തെറ്റു പറ്റാത്ത ആരുമില്ല, മനുഷ്യരാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് തെറ്റുപറ്റും, എല്ലാവരുടെ അടുത്തും തെറ്റുപറ്റും. കുട്ടികളാണ്, അതുകൊണ്ട് തെറ്റു പറ്റരുതെന്ന് പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യുന്നതിലൊരു അർത്ഥമില്ല. സോ എന്താ വെച്ചാൽ കുട്ടികളുടെ കൂടെ നിൽക്കുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാനുള്ളൊരു സ്പേസ് കിട്ടും. എനിക്കൊന്നും പല പാരൻസും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും തിരക്കും കാരണം പലർക്കും അത് സാധിക്കുന്നില്ല. മാക്സിമം അതിന് എല്ലാ പാരൻസും ഒരു കുറച്ച് നേരം നമ്മളെ മക്കളെ കൂടെ ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആവുക. ആർക്കും സമയമില്ല, അത് വെറുതെ നമുക്ക് സമയം അല്ല ഇന്ന് സമയമില്ല ആർക്കും. മക്കളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനോ, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാനോ, ഭർത്താവിന് ഭാര്യ കൂടെ സംസാരിക്കാനോ ഇന്ന് ആർക്കും സമയമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. സമയം കണ്ടെത്താൻ സാധിക്കാഞ്ഞിട്ടല്ല, അവർ ശ്രമിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കളിയാക്കി പറഞ്ഞതാ. ആർക്കും ടൈമില്ല എന്ന് പറയാതെ കൊണ്ടാണ് ശ്രമിക്കുന്നില്ല. കാരണം ഒരു 5 മിനിറ്റ് ടൈം. ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിച്ച കാര്യം, എൻ്റെ വണ്ടിയിൽ ഞാൻ, വൈഫ്, ഞങ്ങളുടെ ആദ്യത്തെ ഗസ്റ്റ്, ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇവർ വരുന്നത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വെളിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ 3 പേരും 3 മൊബൈലിലാണ്. ഞങ്ങൾ 3 പേരും 3 മൊബൈലിലാണ്. ഞങ്ങൾക്ക് 3 പേർക്കും പരസ്പരം സംസാരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഞാനും മോനും മൊബൈലിൽ നോക്കുക എങ്ങനെ വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് ബെഡ് കിടക്കും. എന്നിട്ടാണ് ഞങ്ങൾ 2 പേരും കൂടി മൊബൈൽ എടുത്ത് നോക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഏത് പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുകയാണെങ്കിലും അവൻ എനിക്ക് കാണിച്ചു തരും, അമ്മ ഇതാണ് എൻ്റെ ഫ്രണ്ടാണ്. അതേപോലെ ഞാൻ ആരോട് സംസാരിക്കുന്നു അവനും കാണും.
എന്നിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെന്ന് വെച്ചാൽ ഒന്നിച്ച് കുറച്ചു നേരം ഇരുന്നാലെങ്കിലും മതി. അതുപോലും ശരിയാണ്. ചെയ്യുന്നില്ല. ഇത് ഇന്നിപ്പോ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു മൊബൈൽ എടുത്ത് ഒരു മൂലയ്ക്കൽ ഉണ്ടാവും, സത്യമായിട്ടുള്ള വേറൊരാൾ കാര്യം, വേറൊരു സത്യമായിട്ടുള്ള മൂലയ്ക്കൽ കാര്യം. ഉണ്ടാവും. അങ്ങനെയാണ് ഇന്നത്തെ ലൈഫ്. അതോ ശരിക്കും പറഞ്ഞാൽ മാറണം. ഇതൊക്കെ നോർമലി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കറങ്ങി തിരിഞ്ഞ് പഴയ കാലഘട്ടത്തിലേക്കൊക്കെ പോകുമെന്ന് തോന്നുന്നു എനിക്ക്. കാര്യം വസ്ത്രങ്ങൾ പോല ഇന്ന് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് പഴയ മോഡൽസ് ആണ്, ഇന്ന് പഴയ പാഷനാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏഹ് അപ്പൊ എന്ത് പറഞ്ഞവർ ഇതൊക്കെ മാറുമായിരിക്കാം, കാരണം മാറിയേ പറ്റൂ. മാറിയില്ലെന്നുണ്ടെങ്കിൽ വിനാശകാല വിവേക ബുദ്ധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ മക്കള് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നിന്ന് ഹൈഡ് ചെയ്തു, അവര് നമ്മളെ കൂടെ നിക്കുന്നില്ല, നമ്മളെ നോക്കുന്നില്ല, ഈ പറഞ്ഞ അർത്ഥം വരുന്നില്ല. ഒരിക്കലും ഇല്ല. കാരണം അവര് പറയുന്നത് കേൾക്കേണ്ട സമയത്ത് നമ്മൾ അവർക്ക് ടൈം കൊടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും ഇപ്പോഴല്ലേ നമുക്ക് കുട്ടികൾ പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ കഥകൾ പറഞ്ഞ് ഇങ്ങനെ പോകും. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ്, ഇനി മൂവി മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ഈ ഒരു മൂവിയിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ തന്നെ മൂവികൾ കാണാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, വളരെ പണ്ടേ. അതിൽ ഇന്നിപ്പോൾ നിങ്ങളൊരു ആർട്ടിസ്റ്റായിട്ട് മാറി. അന്ന് നിങ്ങൾ ആർട്ടിസ്റ്റ് അല്ല, ഒരു ആസ്വാദക മാത്രമായിരുന്നു അല്ലേ? പ്രേക്ഷക മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് ചെയ്ത കഥാപാത്രങ്ങൾ പല ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ, അതെന്നെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന് തോന്നിയ വല്ല കഥാപാത്രം കിട്ടും? അങ്ങനെ തോന്നിയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് അതിനെ വന്നു പോയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ആ പരിണയത്തിൽ മോഹിനി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ള അതെനിക്കൊരു ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഒരു ക്യാരക്ടർ ആയിരുന്നു. അതുപോലത്തെ ഒരു ക്യാരക്ടർ റോൾ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് അത് ക്യാരക്ടറിന്റെ ലെങ്ത് അല്ല, ചെറിയൊരു ക്യാരക്ടറായിരുന്നു. ആളുകളുടെ മൈൻഡിൽ നിൽക്കുക, യെസ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു ക്യാരക്ടർ ചെയ്തു. ആ ഒരു ക്യാരക്ടറിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മളുടെ ഫേസ് ആൾക്കാർക്ക് ഓർമ്മ വരിക, നല്ലൊരു റോൾ. അത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. അല്ലാണ്ട് ഓരോ മൂവിയിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ റോള് മാത്രം ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. ചെറുതായാലും അത് ആൾക്കാരുടെ മൈൻഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അതെന്തായാലും ശരി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാം. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ഒരുപാട് ഡയറക്ടർമാർ ഇന്നും അന്നും പുതിയതും പഴയതുമായിട്ടുള്ളുണ്ട്. അതിൽ നിങ്ങൾക്ക് എനിക്ക് ആ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അങ്ങനെ വല്ല ഡയറക്ടർമാരുണ്ടോ? ഒരാളായിരിക്കില്ല, രണ്ടുപേരായിരിക്കാം, മൂന്നുപേരായിരിക്കാം. എന്നാലും ഒരുവിധം എല്ലാ ഡയറക്ടേഴ്സും നല്ല കഴിവുള്ളവരാണ്. സോ എല്ലാവരും കൂടെ അഭിനയിക്കാൻ പറ്റിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പോരാ എന്നുള്ളൊരു തോന്നലേ വരില്ല. അങ്ങനെ പോരായ്മല്ല, നമുക്കൊരു ആഗ്രഹം. ഇപ്പം ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു മൂവിയിൽ ചെറിയ റോളെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയാൽ വലിയ ആഗ്രഹം തന്നെയാണ്. അത് വലിയൊരു ആഗ്രഹമാണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഡയറക്ടർമാർ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല പറയുന്നത്. ഇപ്പൊ ജോഷി സാറിന്റെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, ജോഷി സാറിന്റെ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ശ്രീമലർ സാർ റെസ്പെക്ട് ചെയ്യുന്നൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ മൂവിയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് എന്താ പറയാ, ക്യാമറക്ക് പിന്നിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്, മുന്നിലും വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ല ആഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു ഡയറക്ടർമാരായിട്ട് അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേകിച്ചൊരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു ആളുടെ കൂടെ അഭിനയിക്കുക അങ്ങനെയൊന്നുമില്ല. ചെയ്യുന്ന ക്യാരക്ടർ അത് ആരുടെ കൂടെയും ഭംഗിയായിട്ട് ചെയ്യാം, ഭംഗിയായിട്ട് അഭിനയിക്കാം. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഒന്നും ചിന്തിച്ചിട്ടില്ല. സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത് അഡ്വൈസ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തോളൂ. ഞാനോ ഈ ഫീൽഡിലോട്ട് പുതുതായിട്ട് വരികയാണ്, സോ ഞാൻ ഇനി എന്ത് അഡ്വൈസ് കൊടുക്കാനാ? പക്ഷെ ഫിലിം ഫീൽഡിൽ രണ്ട് വ്യത്യാസമുണ്ട്. നിങ്ങളും പുതിയതായിട്ട് പോയി, നിങ്ങളിപ്പോൾ ഒരു കുറച്ച് സിനിമകളിൽ അഭിനയിച്ച് കഴിഞ്ഞു. അവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പക്വത എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം അതാണ് പക്വത ഉള്ള ഒരാൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഡ്വൈസ് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അഡ്വൈസ് അല്ല, ബട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഇത് നമ്മളുടെ മുമ്പിൽ, അതിന് എത്ര വലിയ ആളായാലും ശരി, നമ്മളെ മുന്നിൽ വന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കും.
എന്നിട്ട് കിട്ടുന്ന അവസരങ്ങൾ മതി ജീവിതത്തിൽ എന്ന് വിചാരിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറയുക. Sure. കാരണം ഇത് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. വെരി ഗുഡ്. മുമ്പിൽ ഇനി എത്ര വലിയ ആളായാലും ശരി, നമുക്കത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തീർത്ത് പറയുക. അത് പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ട് വേണം. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നല്ല കാര്യം. അത് തന്നെയാണ് നിങ്ങൾക്കും ഇന്നത്തെ യങ് ജനറേഷൻ ആളുകളോട് പറയാനുള്ളത് അല്ലേ? Yes, അതെ. നല്ലൊരു അഡ്വൈസ് തന്നെയാണ്. കുറേ ആൻസർ കിട്ടി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ എന്തൊക്കെയോ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി കോഴിക്കോട്, മലപ്പുറം ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ. കാരണം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് മാത്രമല്ല, നമ്മളെ കാലിക്കറ്റ് ഫുഡിന് ഭയങ്കര ഫേമസ് ആണ്. അത് സത്യം കേട്ടോ. അതൊക്കെ കഥകളുണ്ട്. പറയുമ്പോൾ എൻ്റെ ഇന്റർവ്യൂ നിങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ ഞാൻ മാത്രമേ സംസാരിക്കുള്ളൂ. പച്ചപ്പാതിരാക്ക് ഫുഡ് ഉണ്ടാക്കി നെറ്റിച്ച ആൾക്കാരാണ് കോഴിക്കോട്ടുകാർ. അതൊക്കെ പറയാനുണ്ട്. അപ്പോൾ കോഴിക്കോട്ടുകാർ ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഈ ഒരു കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്താൽ കോഴിക്കോട്, കണ്ണൂർ ഒക്കെ കണക്ട് ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പം അങ്ങനെ ആ ഒരു കോഴിക്കോട് നിന്ന് വന്ന് നമ്മുടെ കൊച്ചിയിലേക്ക് എത്തി ഞങ്ങളായിട്ട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തു. ഒരുപാട് നല്ല നല്ല പ്രൊജക്റ്റുകൾ ഷിമി മാമിനെ തേടി എത്തട്ടെ എന്ന് സ്റ്റോറി ബിഹൈൻഡ് യുയിലൂടെ ഞങ്ങൾ ആശംസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ മോറൽ സപ്പോർട്ട് എന്തൊക്കെ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ ഞങ്ങൾക്ക് തരിക. നിങ്ങൾ നമ്മളെ ഒന്ന് എന്താ പറയുക, നിങ്ങൾ ഉഷാറാവുന്ന കൂടെ ഞങ്ങൾ ഉഷാറാവണം. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. സർ, താങ്ക് യു.